എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഗോപിനാഥ് IPS സാറാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സാറിനെ പോലെ ഇത്രയും ഓണേർഡ് ആയ ഒരാളെ നമ്മുടെ കൂടെ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് നമുക്ക് കിട്ടിയതിൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒത്തിരി പേരുടെ സ്വപ്നമാണ് യൂണിഫോം പോസ്റ്റുകൾ. അപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ ആയിട്ട് കയറി കഴിഞ്ഞാൽ അതിന് മേലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞാൽ എന്താണ് ജോലിയുടെ സ്വഭാവം വരുന്നത്, അവിടെ നമ്മുടെ ജോലിയുടെ എങ്ങനെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വഭാവം, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, യൂണിഫോം പോസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവർക്കും വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. സാർ സ്വാഗതം, ഒരുപാട് സന്തോഷം സാറിനെ. ഓക്കെ, നമസ്കാരം സാറേ. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് സാറേ, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഒരുപാട് പേരുടെ ഒരു സ്വപ്നമാണ് യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഭയങ്കര പാഷനായിട്ട് എന്ത് ചെയ്യുന്നു, ഒരാൾ അതിലേക്ക് കയറുന്നു, യൂണിഫോം പോസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു, പിന്നീട് ഈ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഇതേ പാഷൻ നമുക്ക് ഇവിടെ നിലനിർത്താൻ പറ്റും സാർ? തീർച്ചയായിട്ടും. എൻ്റെ ഇത്രയും ദീർഘകാലത്തെ അനുഭവത്തിൽ നിന്ന് പോലീസിൽ യൂണിഫോം ഇട്ട് ജോലി ചെയ്യുക എന്നുള്ളത് കൊച്ചു കുട്ടികളുടെ മുതലുള്ള ഒരു പാഷനും ഒരു ഡ്രീമും തന്നെയാണ്. അപ്പോൾ ആ ഡ്രീം അല്ലെങ്കിൽ ആ പാഷൻ പഴ്സ്യൂ ചെയ്തിട്ട് വരുമ്പോൾ അത് തുടർച്ചയായി സർവീസിൽ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതിന് ജീവിക്കുന്ന ഒരു ദൃഷ്ടാന്തം തന്നെയാണ് എനിക്ക് പറയാൻ കഴിയും, അഭിമാനത്തോടെ പറയാൻ കഴിയും. ഏതാണ്ട് 40 കൊല്ലത്തിനടുത്ത് യൂണിഫോം ഇട്ട് ജോലി ചെയ്ത ആളാണ് ഞാൻ. അതിൻ്റെ സേവനകാലത്തുടനീളം എനിക്ക് നല്ല സംതൃപ്തി നൽകിയ ഒരു സേവന കാലമാണുള്ളത്. അതിനുശേഷവും പോലീസ് വകുപ്പിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പോലും വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളും പരിചയപ്പെട്ട ആളുകളും അവരൊക്കെ നമ്മളെ ഓർക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ജോലി എന്നുള്ള രീതിക്കപ്പുറം നമ്മുടെ സമൂഹത്തെ സേവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണ് യൂണിഫോംഡ് സർവീസിൽ വരിക. അതിൽ തന്നെ പോലീസിൽ വരുമ്പോൾ അതിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ സാധ്യതകൾ, ഒന്ന്, നമ്മൾ ഇടപെടുന്നത്, നമ്മൾ ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമേഴ്സ് ജനങ്ങളാണ്. ജനങ്ങൾ നമ്മുടെ അടുത്ത് വരുന്നത് സാധാരണ സാഹചര്യങ്ങളിലല്ല. അവർ നമ്മുടെ അടുത്ത് വരുന്നത് ഒരു ഡിസ്ട്രസ് സിറ്റുവേഷനിലാണ്. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അല്ലാതെ സാധാരണ പോലെ ഒരു മാളിലേക്കോ ഒരു തിയേറ്ററിലേക്കോ ഒന്നും പോകുന്ന ലാഘവത്തോടെ അല്ല പോലീസിൻ്റെ അടുത്തേക്ക് ആളുകൾ വരുന്നത്. പോലീസിൻ്റെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറൊരു വിഭാഗം പ്രശ്നക്കാരായ ആളുകളാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ്. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കണം. പ്രശ്നക്കാരായ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാകാതിരിക്കണം. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള വൈവിധ്യമാർന്ന മറ്റ് ജോലികളിലൊക്കെ ചുരുക്കം ചില ജോലികൾ ഒഴിവാക്കി നിർത്തിയാൽ ഒരുതരം ആവർത്തനമുണ്ട്. ഒരു ഭരണപരമായ ഏത് പദവി എടുത്താലും മറ്റ് ടെക്നോളജിക്കലായിട്ടുള്ള എടുത്താൽ പോലും ചലഞ്ചസ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുപാട് ആവർത്തനങ്ങളുണ്ട്. ഇതിനകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ ആസ്വാദ്യത, ഓരോ വിഷയവും ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്, അവർക്കുള്ള പ്രശ്നങ്ങൾ വ്യത്യസ്തരാണ്, അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും വ്യത്യസ്തതയാണ്. അപ്പോൾ അതൊരു ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടും ആസ്വാദ്യകരമായ ഒരു ജോലി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ സാധ്യതയാണെന്നാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് വരാൻ ഒരു പോലീസ് വകുപ്പിലേക്ക് വരാൻ കാത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ വലിയ സാധ്യതകൾ നിങ്ങൾക്ക് വ്യക്തിപരമായും അതുപോലെ നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. മറ്റൊന്ന്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ കഴിയും, ഒരു ഐഡൻറ്റിറ്റി. ഇപ്പം നമ്മൾ പറയും ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണെന്ന് പറയും. ഈ സൈബർ ലോകത്തിലൊക്കെ എല്ലാവർക്കും ഇമെയിൽ ഐഡിയും എല്ലാവർക്കും വെബ്സൈറ്റും ഒക്കെ ഉള്ളപ്പോൾ ഇവിടെ ഞങ്ങളും പോലീസ് വകുപ്പും ഒരുപാട് സൈബർ മേഖലയിലൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇവിടെ ഇൻഡിവിജ്വൽ മാറ്റേഴ്സ്, ആ വ്യക്തിക്ക് വലിയ പ്രാധാന്യമുള്ള, വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് പോലീസ് വകുപ്പിലെ സേവനം എന്ന് പറയാനാണ്
എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത്. സാർ, ഞാൻ സാറിന്റെ ഓട്ടോബയോഗ്രഫി വായിച്ചപ്പോൾ സാറ് 21ാമത്തെ വയസ്സിലാണ് സാർ സർവീസിലേക്ക് കയറിയത്. അതായത് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഈ സർവീസിലേക്ക് കയറാൻ പറ്റി. അത് കഴിഞ്ഞ് സാറിന്റെ ഈ കരിയർ ജേർണി ജസ്റ്റ് ഒന്ന് പറയാം സാർ, അത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഞാൻ 21 വയസ്സിൽ ഞാൻ എൻ്റെ BSc ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ലഭിച്ചു. അത് ജോലി ലഭിക്കുന്നതൊരു അന്നൊരു സ്പോർട്സ് രംഗത്തെ ഒരു മികച്ച പ്രകടനം നടത്തി വന്നിരുന്ന ആളാണ് ഞാൻ. ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. വോളിബോൾ ടീമിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച വ്യക്തിയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പോലീസ് വകുപ്പിലേക്ക് ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്നത്. അന്ന് മുതൽ പരിശീലന കാലം അതോടൊപ്പം ജോലി ചെയ്യേണ്ടി വന്ന സാഹചര്യത്തിലുമൊക്കെ വലിയ പിന്തുണ എൻ്റെ സഹപ്രവർത്തകർ, മേലുദ്യോഗസ്ഥർ, ഇനി അടിവരയിട്ട് പറയേണ്ടത് എൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ എനിക്ക് തന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അവിടുന്ന് അങ്ങോട്ട് പ്രൊമോഷൻസ് ലഭിച്ചു. സായുധ പോലീസിലായിരുന്നു, ആംഡ് റിസർവ് ആണെന്ന്, ആംഡ് റിസർവ് പോലീസിലായിരുന്നു നിയമനം. അവിടുന്ന് SP അങ്ങനെ തത്തുല്യമായ പദവിയിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ പോലീസ് സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 93 ഓൾ ഇന്ത്യ പോലീസ് സർവീസിൽ വന്നു. അത് കഴിഞ്ഞ് SP ആയും DIG ആയും IG ആയും വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. മിക്കവാറും കേരളത്തിലെ എല്ലാ ജില്ലയിലും ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയ ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ആളുകൾ ആൻഡ് ഒരു നമ്മൾ കേരളം ഒന്നാണ്, നാം എല്ലാം കേരളീയരാണെന്നൊക്കെ പറയുമ്പോഴും സാംസ്കാരികമായ വ്യത്യസ്തതകളുണ്ട്. ഈവൻ ഭാഷാപരമായി പോലും വ്യത്യസ്തതകളുണ്ട്. അതെല്ലാം ഞാൻ കണ്ടത് എൻ്റെ മുമ്പിൽ വരുന്ന ആളുകൾ അല്ലെ അവരുടെ പ്രശ്നങ്ങളൊക്കെ അവരുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് പുതിയ ആളുകളോട് ഏത് പ്രൊഫഷനിലായാലും പറയാനുള്ള ഒരു കാര്യം. അതാണ് നമ്മുടെ അടുത്ത് വരുന്ന ആളുകളുടെ വിഷയം നമ്മൾ അതിന് വിലയിടേണ്ടത് അല്ലെങ്കിൽ അത് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ഭാഗത്ത് നിന്നുകൊണ്ടല്ല. നമുക്ക് ഒരുപാട് പരിമിതികൾ കാണും, നമുക്ക് ചിലപ്പം വേണ്ടത്ര വിശ്രമം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ആ വരുന്ന ആളിൻ്റെ അവസ്ഥ ഒരു റിലീഫ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ആശ്വാസം തേടിയല്ലേ അയാൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും, ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ജനങ്ങളും എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെന്ന് എനിക്ക് നന്ദിയോടെ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഓൾ ഇന്ത്യ സർവീസിൽ വന്നിട്ട് തന്നെ ഞാൻ ഏതാണ്ട് 7ഓളം ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടായിട്ട് ജോലി ചെയ്തു. DIG ആയി, IG ആയി, തൃശ്ശൂർ റേഞ്ച് IG ആയിരിക്കുമ്പോഴാണ് ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നു. ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ ADC ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ തന്നെ വിവിധ മേഖലകളിൽ വിവിധ വിഭാഗങ്ങൾ, അതിനകത്ത് തന്നെ ക്രൈം ഇൻവെസ്റ്റിഗേഷനുണ്ട്, ഇൻ്റലിജൻസ് വിഭാഗങ്ങളുണ്ട്. ഇവിടെയൊക്കെ ജോലി ചെയ്യാൻ കഴിഞ്ഞു. അവിടെയൊക്കെ വലിയതായി വിജയിച്ചു എന്നൊക്കെ ഞാൻ തന്നെ അവകാശപ്പെടുന്നത് ശരിയല്ല എങ്കിൽ പോലും തൃപ്തികരമായി ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സംതൃപ്തിയോടെയാണ് ഞാൻ യൂണിഫോം അഴിച്ചു വെച്ച്. സാറേ, എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സാർ ഇത്രയും ഒരു സൗമ്യനായി സംസാരിക്കുന്ന ഒരു ആളെ, ഒരു പോലീസ്, അതെ ഇത്രയും ഒരു വലിയ ഉയർന്ന പദവി വഹിച്ച ഒരാളെ ഞാൻ എന്റെ കരിയറിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. അത് സാറിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ, സാറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. മാത്രമല്ല എനിക്ക് സാറിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്ന് സാർ റിമോട്ട് വില്ലേജിലാണ് തൊടുപുഴ എന്നുള്ളൊരു, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ തൊടുപുഴ എന്താ പറയാ, നമ്മൾ ഇന്ന് കാണുന്ന ഒരു വികസന ബാക്കിയൊന്നും തന്നെ ആയിട്ടില്ല. ഒരു റിമോട്ട് വില്ലേജിൽ നിന്ന് സാറ് ഒരു ഡ്രീമിനെ ചേസ് ചെയ്ത് ഇങ്ങോട്ട് അങ്ങനെ തന്നെയായിരുന്നു സാർ. അതായത് സാറ് ഒരു കുഞ്ഞിലെ തന്നെ ഒരു പാഷൻ തന്നെയായിരുന്നു ഈ ഒരു ജോലി എന്ന് പറയുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ജോലിക്ക് വേണ്ടി മാത്രം അധ്വാനിച്ച ആളല്ല ഞാൻ. എൻ്റെ പാഷൻ ചെറുപ്പകാലത്ത് അന്ന് ഞങ്ങളുടെ നാട്ടില് ഏതെങ്കിലും തരത്തിലൊക്കെ ആളുകൾ കൈയടിക്കുന്നത് നല്ല കളിക്കാർക്കാണ്. സത്യസന്ധമായിട്ട് സംസാരിക്കുക. അപ്പൊ അവിടെ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നല്ല കളി നടക്കുന്ന ആളുകൾക്ക്, അപ്പൊ നമ്മുടെ അന്നത്തെ ആഗ്രഹം നമുക്കിങ്ങനെ കയ്യടി വാങ്ങണം എന്നുള്ളതായിരുന്നു. പിന്നീട് വിദ്യാഭ്യാസപരമായും ഞാനൊരു സർക്കാർ ഹൈസ്കൂളിൽ പഠിച്ച ആളാണ്. ഉയർന്നു വന്നപ്പോഴാണ് ഇതിൻ്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കിയത്. അത് വന്നപ്പോൾ തന്നെ ഈ ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നു, ദേശീയ ടീമിലൊക്കെ അംഗമായി. അന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ട് മറ്റ് പല വകുപ്പുകളിൽ നിന്നും, ഇന്ത്യൻ റെയിൽവേയൊക്കെ ഉൾപ്പെടെയുള്ള വലിയ ഭാഗങ്ങളിൽ നിന്നും
നിയമനത്തിനുള്ള ഉത്തരവുകൾ ലഭിച്ച ആളാണ് ഞാൻ. അന്ന് ഞാൻ ഈ പോലീസ് വകുപ്പ് തിരഞ്ഞെടുത്തു എന്നുള്ളതിന് തീർച്ചയായിട്ടും എന്നെ ഉപദേശിച്ച വളരെ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, എൻ്റെ സഹപ്രവർത്തകരുണ്ട്. പിന്നെ അല്പം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ആരാധ്യ പുരുഷന്മാർ അവിടുത്തെ സബ് ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും ഒക്കെ തന്നെയായിരുന്നു. അതിനേക്കാൾ വലിയ ഉദ്യോഗസ്ഥന്മാരൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല. അപ്പോൾ അവരിങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബൈക്കിലും ഒക്കെ ചെത്തി നടക്കുന്നതൊക്കെ കണ്ട് മനസ്സിലൊരു ഒരു പാഷനായിട്ട് അത് വന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പിന്നെ സാർ, അടുത്ത് ഒരാള് ഈ സബ് ഇൻസ്പെക്ടറായിട്ട് സർവീസിൽ കയറുകയാണെങ്കിൽ അയാളുടെ പ്രൊമോഷൻ ചാൻസ് എങ്ങനെയായിരിക്കും സാർ? അതായത് ഇന്ന് എത്ര വർഷത്തിനകത്ത് അടുത്തൊരു പോസ്റ്റിലേക്ക് പോകാൻ പറ്റും? മാത്രമല്ല അയാൾക്ക് ഏതൊരു പോസ്റ്റ് വരെ മാക്സിമം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എത്താൻ പറ്റും? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ കയറുന്ന ആളുകൾക്ക് മറ്റ് കാര്യങ്ങളൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്, പരിശീലനം മറ്റു കാര്യങ്ങളൊക്കെ. പ്രൊമോഷൻസ് വരുന്നത് എപ്പോഴും ഒരാളുടെ ഒരു പ്രകടനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. എല്ലാ വർഷവും ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കും, മേലുദ്യോഗസ്ഥൻ തയ്യാറാക്കും. അത് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ പോലീസിൻ്റെ മേധാവി വരെ കാണുകയൊക്കെ ചെയ്യും. കാണും എല്ലാവരുടെയും കാണും. അത് കഴിഞ്ഞിട്ട് വേക്കൻസികൾ വരുന്നതനുസരിച്ചിട്ടാണ് പ്രൊമോഷൻ. വേക്കൻസികൾ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് റിട്ടയർമെൻറ്റ്, രണ്ട് പുതിയ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് കൂടുതൽ വേക്കൻസി വരുന്നത്. ഈ വേക്കൻസി വരുന്നതിൻ്റെ 50% പ്രൊമോഷൻസ് ലോവർ റാങ്ക്സിൽ നിന്ന് വന്ന ആളുകൾക്കും 50% നേരിട്ട് വന്ന ആളുകൾക്കുമാണ് പ്രൊമോഷൻ. അതിനൊരു മാനദണ്ഡമൊക്കെ ഉണ്ട്, ഇത്ര പെർസെൻറ്റ്. പോലീസ് സർവീസിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു 5%, പോലീസിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫിലിരിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ എത്ര ഇൻസ്പെക്ടർ ഓഫ് വേക്കൻസീസ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് ആനുപാതികമായിട്ട് പിന്നെ ഒരു നിശ്ചിത വേക്കൻസി, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത വേക്കൻസീസ് വരാം. ഇന്നുള്ളതായിരിക്കുകയല്ല, ചിലപ്പോൾ അടുത്തൊരു വർഷം നമ്മളിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു പ്രത്യേക വിഭാഗം രൂപീകരിച്ചു, ഒരു സൈബർ ക്രൈം വിങ് രൂപീകരിച്ചു. അതിലിപ്പോൾ എല്ലാ സ്ഥലത്തും കുറേ സ്ട്രെങ്ത് ഒക്കെ വരും. അതും കൂടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊമോഷൻസിനുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അത് ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊമോഷൻ കമ്മിറ്റി എന്ന് പറയും. അതിനകത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗം ഉണ്ടാകും, പോലീസിൻ്റെ അംഗം ഉണ്ടാകും, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ഉണ്ടാകും. ആ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊമോഷൻ കമ്മിറ്റിയുടെ ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് വേക്കൻസി വരുമ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ നാളെ റിട്ടയർ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്. നാളെ മെയ് 31 മെയ് 31 റിട്ടയർ ചെയ്യുന്ന വേക്കൻസികൾക്കുള്ള ആളുകളുടെ DPC ലിസ്റ്റ് തയ്യാറാണ്. അതിൽ പ്രൊമോട്ട് ചെയ്ത് ഓർഡർ തന്നെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കയറുന്ന ആളുകൾക്ക് എത്താനുള്ള സാധ്യത, ഇന്ന് ഞാനിപ്പോൾ ഒരു പോസ്റ്റിംഗ് ഓർഡേഴ്സ് നോക്കിയപ്പോഴാണ് കണ്ടത്, ഏറ്റവും ഇപ്പം ഇന്നത്തെ പ്രൊമോഷനിൽ നടന്നിരിക്കുന്നതെല്ലാം IPS ലഭിച്ച് SP റാങ്കിലിരിക്കുന്ന ആളുകൾ വരെ ഈ നേരിട്ട് സബ് ഇൻസ്പെക്ടറായിട്ട് കയറിയ ആളുകളുണ്ട്. വേക്കൻസി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൊമോട്ട് ചെയ്യുമ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഇവരെയൊക്കെ പ്രായമുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ റിട്ടയർമെൻറ്റ് പെട്ടെന്ന് വരും അല്ലേ? നമ്മൾ ഒരു 25 വയസ്സിൽ നമ്മുടെ ഒരു നേരിട്ട് കയറുന്ന ഒരാളും 36 വയസ്സ് വരെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുകൂടാതെ പ്രൊമോഷൻ കിട്ടി DYSP SP ലെവൽ വരെയൊക്കെ എത്തുന്ന ആളുകളുണ്ട്. അവരുടെയും റിട്ടയർമെൻറ്റ് നേരത്തെ വരും. അപ്പോൾ തീർച്ചയായിട്ടും വേക്കൻസികൾ വരുന്നുണ്ട്. വർഷത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഏറ്റവും കുറഞ്ഞത് 6 വർഷം കൊണ്ട് ഇൻസ്പെക്ടർ പോസ്റ്റിലെത്തിയ ആളുകളുണ്ട്. ഏറ്റവും കുറഞ്ഞത്. കൂടിയത് അത് കൃത്യം ഇത്ര വർഷം കിട്ടുമ്പം ഇത്ര വർഷം കഴിയുമ്പോൾ ആക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഗ്രേഡ് പ്രൊമോഷൻസ് കൊടുക്കുന്നുണ്ട്. അത് നേരിട്ട് എടുക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു വിഷയം വരാറില്ല. അത് റാങ്കിൽ കയറി പോലീസ് കോൺസ്റ്റബിളായിട്ട് കയറി പ്രൊമോഷനായി വന്ന ആളുകൾക്കാണ്. പ്രൊമോഷൻ കിട്ടാതെ വന്നാൽ പ്രൊമോഷന് തത്തുല്യമായ ആനുകൂല്യങ്ങൾ നൽകി ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ അങ്ങനെയുള്ള റാങ്കുകളും കൊടുക്കാറുണ്ട്. പിന്നെ സാറേ, അടുത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ,
ഈ പോലീസിലെ ജോലി ഒരാളുടെ ലൈഫിലും ഒരുപാട് സാധാരണക്കാരുടെ എല്ലാവരുടെ ലൈഫിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ബാക്കി എല്ലാവരും ഇപ്പൊ ഒരാള് MD ക്ലർക്കായിട്ട് സർവീസിൽ കയറിയ സെക്രട്ടറി സാർ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇപ്പം എന്താ പറയുക ഒരു ഉയർന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്തു സർവീസിലേക്ക് കയറി, സെക്രട്ടറി അസിസ്റ്റന്റ് കയറി, LSTD എന്തെങ്കിലും കയറി, ഓക്കെ. പക്ഷെ ഒരാളെ ഈ കാണുമ്പോൾ സാറെന്നൊരു അഭിസംബോധന എന്ത് ചെയ്യത്തില്ല, ആരും ചെയ്യത്തില്ല. ഒരു സ്നേഹം കാണാം, ബാക്കിയെല്ലാം കാണാം. പക്ഷെ ഈ പോലീസിൽ എന്ന് പറഞ്ഞാലും നമ്മൾ ആ യൂണിഫോമിന് എല്ലാവരും ഒരു ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ആ റെസ്പെക്ട് കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നത് സർവീസിലേക്ക് ബാക്കിയെല്ലാം കയറുന്നത്. കാര്യം രണ്ട് രീതിക്ക് സർവീസിലേക്ക് കയറുന്ന ആൾക്കാരാണ് സാർ. ഒന്നെന്ന് പറഞ്ഞാലും എനിക്കൊരു ഇമ്പാക്ട് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റണം. കാര്യം ഞാൻ ഇത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്, ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റണം, അങ്ങനെ കയറുന്നവരുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഈ യൂണിഫോമിനെ സ്നേഹിച്ച് കയറുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പൊ അതിനകത്ത് സാറിന്റെ ഒരു കരിയറിൽ മൊത്തത്തില് നമ്മളൊരു സമൂഹത്തിൽ എന്തൊക്കെ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റും സാർ? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഏറ്റവും പ്രധാനം ഞാൻ പറയാം, ഈ യൂണിഫോം ചില വകുപ്പുകൾക്ക് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് വിസിബിൾ ആവണം, പൊതുജനങ്ങൾ കാണണം, പൊതുജനങ്ങൾ കാണേണ്ട സമയത്ത് കാണണം, പൊതുജനങ്ങൾക്ക് ഒരു അടിയന്തര ഘട്ടത്തിലാണെങ്കിൽ പോലും ഇവരുടെ പ്രകടനവും പ്രവർത്തനവും കാണാൻ കഴിയണം. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ആളുകൾ നമ്മളെ ബഹുമാനിക്കുന്നത് യൂണിഫോം ഇടുമ്പം മാത്രമാകരുത്, അതിനകത്തുള്ള ഒരു വ്യക്തി ആരാണെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും നമ്മൾ പൊതുവെ വെളിയിൽ നിന്ന് ഒരാൾ കാണുന്നതിനേക്കാൾ എനിക്കതിനെ കാണാൻ കഴിയുന്നത് നമ്മളെല്ലാവർക്കും സല്യൂട്ട് കൊടുക്കുന്നത് ഇപ്പോൾ മനസ്സിലെല്ലാവരുടെയും എല്ലാത്തിലും ഒരേ വികാരമല്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അതുപോലെ പോലീസിലേക്ക് കാണാൻ വരുന്ന ഒരാൾ നമുക്കെപ്പോഴും ഈ ഒരു സക്സസ് സ്റ്റോറി എങ്ങനെയാണ്, എത്ര % ആളുകൾ സാറ്റിസ്ഫൈഡ് ആയെന്നുള്ളതാണ് അല്ലേ. ഒരു മാർക്കറ്റിംഗ് സർവേയിലേക്ക് അങ്ങനെയല്ലേ നമ്മൾ നോക്കുന്നത് അല്ലേ. നമുക്കൊരു വിഷയമുണ്ട്, നമുക്ക് 50% മാക്സിമം. 2 പേര് തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് പോലീസിൻ്റെ മുമ്പിൽ വരുന്നു. പോലീസ് അത് ന്യായമായി സത്യസന്ധമായി യാതൊരു അഴിമതിക്കും വശപ്പെടാതെ ഏറ്റവും നല്ല രീതിയിൽ സോൾവ് ചെയ്ത് അതിൻ്റെ അർഹതപ്പെട്ട ആളിന് അതിനുള്ള നീതി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അത്രയും തന്നെ ഒരു 50% അതിനകത്ത് അസംതൃപ്തരുണ്ട് ഇല്ലേ. അപ്പം ഇതാണ് ഈ പോലീസിനെ കുറിച്ച് പൊതുധാരണയിൽ ഉള്ള ഒരു നെഗറ്റീവ് നറേറ്റീവിൻ്റെ കാരണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ പല നല്ല കാര്യങ്ങളും വേണ്ടത്ര പൊതുജന ശ്രദ്ധയിൽ വരാതിരിക്കുകയും പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ അവസരത്തിൽ നെഗറ്റീവായിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, നെഗറ്റീവായിട്ടുള്ള ഗുരുതരമായ കാര്യങ്ങൾ തന്നെ ആയിക്കൊള്ളട്ടെ, അതിന് വലിയ പ്രാധാന്യവും അതിനെ ജനറലൈസ് ചെയ്യുന്നു. ഒരു മദ്യപിച്ച് മോശമായി പെരുമാറിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് ആ ഉദ്യോഗസ്ഥൻ്റെ പേരെടുത്ത് പറഞ്ഞല്ല പറയുന്നത്, പോലീസ് അല്ലേ. അതുപോലെ പോലീസിൻ്റെ അപ്പോൾ അങ്ങനെ ജനറലൈസ് ചെയ്ത് മൊത്തം ഒരു ഇമേജ് ടാർണിഷ്ഡ് ആകേണ്ട ഒരു വകുപ്പല്ല പോലീസ് വകുപ്പ്. അതിൻ്റെ തട്ടില്ല. അതിപ്പോൾ നമ്മൾ തൂക്കി നോക്കിയാൽ അതിന് പോസിറ്റീവ്സിൻ്റെ സൈഡായിരിക്കും എപ്പോഴും കൂടുതൽ ആ ത്രാസിൽ താഴോട്ട് പോകുന്നത്, ആ തട്ടായിരിക്കുന്നത് ആണ് എൻ്റെ ഒരു അനുഭവത്തിൽ. എനിക്ക് 100 അനുഭവങ്ങൾ അതുപോലെ പറയാൻ കഴിയും. സാർ, എനിക്കുള്ളൊരു സംശയം എന്ന് വെച്ചാൽ, സാർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടാവുന്ന അധികാരങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരം നിയമപരമായ അധികാരങ്ങളാണ്. ഇവിടെ നിലവിലുള്ള നമ്മളുടെ ശിക്ഷാ നിയമങ്ങളും പ്രധാനപ്പെട്ട നിയമങ്ങൾക്കപ്പുറം ഒരുപാട് സ്പെഷ്യൽ ആൻഡ് ലോക്കൽ ലോസ് ഉണ്ട്. അതിലെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ അധികാരത്തെ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, നമ്മളിപ്പം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നാണ് പല നിയമപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ, അത് SI ആകാം, CI ആകാം, ASI ആകാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ SHOയുടെ ചുമതല പോലീസ് കോൺസ്റ്റബിൾസും ഹെഡ് കോൺസ്റ്റബിൾസും വഹിച്ച അവസരമുണ്ട്. ഇന്ത്യയിലും വളരെ സംഘർഷമായ സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിയമപുസ്തകങ്ങളിലെല്ലാം അധികാരത്തെക്കുറിച്ച് നിർവചിക്കുന്നത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെയാണ്. പിന്നെ അതിന് മേളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ ഒരു SC ST ആക്ട് അനുസരിച്ചുള്ള കേസാണെങ്കിൽ ഏത് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം, ഒരു സ്ത്രീധന പീഡന കേസാണെങ്കിൽ DYSP ലെവലിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനും, പിന്നെ SP എന്തൊക്കെയാണ് അധികാരം, പോലീസ് സൂപ്രണ്ട് എന്നാണ്, ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി എന്നാണ് കേരളത്തിൽ പറയുന്നത്.
അതിൻ്റെ മേളിൽ DGPക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ട്. ഇതിനൊക്കെ അപ്പോൾ നമുക്ക് ന്യായമായ ഒരു സംശയം വരും, ഈ CIയും DYSP SP ഒക്കെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. SHOയ്ക്കല്ലേ അധികാരം പറഞ്ഞിരിക്കുന്നത്. ഈ SHOയ്ക്ക് പറഞ്ഞിരിക്കുന്ന അധികാരങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്താൻ മുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസ് ആക്ട് അനുസരിച്ചിട്ട് പവേഴ്സ് ഉണ്ട്. മുമ്പ് ഇന്ത്യൻ പോലീസ് ആക്ട് 1861 ആയിരുന്നു. ഇപ്പോൾ കേരള പോലീസ് ആക്ട് ഏറ്റവും പുതുതായി 2011 നമ്മളൊരു പുതിയ പോലീസ് ആക്ട് പാസ്സാക്കി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരങ്ങൾ എന്താണെന്നുള്ളത്. പിന്നെ ഈ അധികാരം എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് പവർ കറപ്റ്റ്സ്, നമുക്ക് കേട്ടിട്ടുള്ളൊരു വലിയ അബ്സല്യൂട്ട് പവർ ലീഡ്സ് ടു അബ്സല്യൂട്ട് കറപ്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആരുപയോഗിക്കുന്നു, ഇപ്പോൾ വടി ആരുടെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ആ ഉദ്യോഗസ്ഥൻ അപ്പോൾ അങ്ങേയറ്റം സംയമനം പാലിക്കണം, മിതത്വം പാലിക്കണം. ആ ഉദ്യോഗസ്ഥൻ അവനെ തന്നെ അറിയണം. എനിക്കൊരു അധികാരമുള്ളത് യുദ്ധം ജയിക്കുന്നവനല്ല, യുദ്ധം ഒഴിവാക്കുന്നവനാണ് ഏറ്റവും വലിയ ധീരൻ എന്നുള്ള ഒരു ഉദ്ധരണി ഞാൻ ഓർക്കുകയാണ്. 100 യുദ്ധം ജയിച്ചവനേക്കാൾ ഒരു യുദ്ധം ഒഴിവാക്കിയവനാണ് ധീരൻ എന്ന് പുസ്തകത്തിൽ എവിടെയോ വായിച്ചതാണ്. അപ്പോൾ സംഘർഷമുള്ള സാഹചര്യങ്ങളിൽ ചെല്ലുമ്പോഴേ നമുക്ക് അധികാരമുള്ളത് ഉപയോഗിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചിരിക്കണമെന്ന് പറയാൻ വേണ്ടിയല്ല, ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞല്ലോ, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങൾ, ഒരാളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ, കസ്റ്റഡിയിൽ എടുത്തയാളിനുള്ള അധികാരം, ഇതെല്ലാം നമ്മൾ അറിയണം. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും നേരത്തെ സൂചിപ്പിച്ചത് നമ്മൾ ആ സ്ഥാനത്താണെന്നുള്ളൊരു ധാരണയുണ്ട്. എൻ്റെ മുമ്പിൽ വരുന്ന ഒരു പരാതിക്കാരൻ അല്ലെങ്കിൽ പരാതിക്കാരി, നിസ്സാര എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എൻ്റെ മകൾ രാവിലെ കോളേജിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല, 6 മണിയായി 7 മണിയായി. രണ്ട് തരത്തിൽ പ്രതികരിക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥന്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞാണ്, ഞാൻ ആരെയും ഉദ്ധരിക്കുകയല്ല. ഒന്ന്, ഞങ്ങൾ അന്വേഷിക്കട്ടെ, കൂട്ടുകാരുടെ വീട്ടിലേക്ക് അന്വേഷിച്ചോ, കൂട്ടുകാരുടെ നമ്പറൊക്കെ തരൂ, വീട് അങ്ങനെ പറഞ്ഞ് എനിക്ക് അവരെ സമാധാനിപ്പിക്കാം. പിന്നൊരു തരത്തിൽ പറയാം, ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടോ എന്ന് പോയി അന്വേഷിച്ചിട്ട് വരൂ എന്ന് പറയാം, അല്ലേ? ഞാൻ പറഞ്ഞൊരു ഇതൊരു സാങ്കല്പികമായിട്ട് എടുത്താൽ മതി, ഇത് നടക്കുന്നു നിങ്ങൾ കരുതണ്ട. അപ്പോൾ ഒരു വിഷയത്തിൽ തന്നെ, നിസ്സാരമായ ഒരു വിഷയം, ഒരാളെയോ രണ്ടാളെയോ മാത്രം അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മാത്രം ബാധിക്കുന്ന വിഷയത്തിൽ ഒരു സംസാരം, തെറ്റായ ഒരു വാക്ക്, അല്ലേ, അതുപോലും നമുക്ക് ചിലപ്പോൾ ദൂഷ്യമായിട്ട് വരാം. പിന്നെ പലപ്പോഴും ഈ അധികാരം ഉപയോഗിക്കുമ്പോഴും നമ്മളൊരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കണം, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കണം. നിയമപരമായി നടപടി എടുക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. നിയമപരമായ നടപടിയിലേക്ക് പോയാൽ സംഗതി കൂടുതൽ വഷളാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് അഫയേഴ്സ്, വീടുകളിലെ സംഭവങ്ങൾ. ഇതിനൊക്കെ ഞാൻ തുറന്ന് അത് അടിക്കുന്നത് ശരിയല്ല. എത്രയോ വീടുകളിലെ വ്യക്തികളുടെ, കുട്ടികളുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുകയും കുടുംബവും തന്നെ തകർന്നു പോകാവുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് വിവരം ലഭിക്കാറുണ്ട്. അത് വളരെ ഭംഗിയായി ഒരു ഒരു കൗൺസിലറുടെയോ അല്ലെങ്കിൽ ഒരു കുടുംബ സുഹൃത്തിൻ്റെയോ റോളിൽ നമുക്ക് സോൾവ് ചെയ്യാനും കഴിയും. അപ്പോൾ ഞാനീ പറഞ്ഞത് അവിടെ ഈ അധികാരത്തിൻ്റെ വടി ഞാൻ ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇന്ന തരത്തിലാണ് നിയമം പോകുന്നതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലേ? ഇപ്പോൾ ഒരു പെൺകുട്ടി വന്നു, ഒരു കഴിച്ചു, അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്, എന്തെങ്കിലും ഒരു പരാതിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എടുത്തു ചാടിയാൽ, അല്ലെങ്കിൽ ഒരു ഡ്രഗ് അബ്യൂസിനെ പറ്റിയാണെങ്കിൽ തന്നെ തിരുത്താവുന്നതിനപ്പുറം അത് കൊണ്ടുപോകാതിരിക്കാനും നമ്മൾ ശ്രമിക്കണം. അതാണ് എൻ്റെ സോഷ്യൽ ഉത്തരവാദിത്വം, എൻ്റെ സാമൂഹികമായ ഉത്തരവാദിത്വം അതാണ്, അല്ലേ? അപ്പോൾ ആത്യന്തികമായിട്ട് എന്ത് അധികാരം എനിക്കുണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. അത് അനുഭവം കൊണ്ട് വരും, തീർച്ചയായിട്ടും വരും. പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ എത്രയോ മാതൃകാപരമായി നമ്മൾ ചില്ലിട്ട് വെച്ച് പൂജിക്കേണ്ട ആളുകൾ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, വലിയ ഉദ്യോഗസ്ഥന്മാരല്ല, താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ എപ്പോഴും അവരെ പ്രകീർത്തിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അവരാണ് നമ്മുടെ ബലം. നമ്മുടെ ഒരു ടീമല്ലേ, ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
ആർക്കും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ടാകും, ഏറ്റവും ശക്തൻ എന്ന് പറയുന്ന ട്രംപ് പോലും അല്ലേ, ഇപ്പോൾ എലോൺ മസ്ക് ഈസ് ലീവിങ് ഹിം. ഇന്നത്തെ വാർത്ത അതാണ് ഞാൻ കണ്ടത്, മസ്ക് ഈസ് സ്റ്റെപ്പിംഗ് ഡൗൺ. അപ്പോൾ കൂടുതൽ അധികാരമുള്ള നമ്മളെ കൂടുതൽ നിയന്ത്രണങ്ങളെന്നാണ് ഞാൻ പറയുള്ളൂ. എനിക്ക് അധികാരമില്ലെങ്കിൽ എനിക്ക് അതിൽ ഇടപെടാതിരിക്കാം അല്ലേ. എനിക്കിപ്പോൾ ഒരു പ്രത്യേക നിയമം അനുസരിച്ച് എനിക്കൊരു അധികാരം കൂടുതൽ തരുമ്പോൾ അധികാരം ഉപയോഗിക്കാൻ ഏറ്റവും കരുതൽ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ നമ്മുടെ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ വലിയ അധികാരങ്ങളുമുണ്ട്. ഏത് നിയമം എടുത്താലും അതിനകത്ത് പോലീസിനൊരു അധികാരമുണ്ട് ഇല്ലേ. എക്സൈസ് വകുപ്പിൽ പോയാൽ നമുക്ക് അധികാരമുണ്ട്. ഫോറസ്റ്റ് ആക്ട് അനുസരിച്ചിട്ട് ഫോറസ്റ്റിൻ്റെ പ്രത്യേക സേനയുണ്ട്. പക്ഷെ അതിൽ ചില വകുപ്പുകൾ വന്നാൽ പോലീസിലോട്ട് വരൂലേ. അപ്പോൾ ഏത് വകുപ്പ് നിങ്ങൾ എടുത്തോളൂ, മോട്ടോർ ട്രാൻസ്പോർട്ടിന് പ്രത്യേക ഒരു വകുപ്പുണ്ട് ഇല്ലേ. അതിനും ഒഫൻസ് വന്നാൽ അല്ലെങ്കിൽ ഒരു തെഫ്റ്റ് വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും പോലീസിലോട്ട് വരും. അപ്പോൾ പോലീസിന് ജനങ്ങൾ ചിലപ്പം ജനനേതാക്കന്മാരെ പ്രസംഗിക്കുന്ന പോലെ അമിത അധികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനതിനോട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ പോലും പോലീസിന് കയ്യിൽ ഒതുങ്ങാത്തത്ര അധികാരങ്ങളുണ്ട്, കയ്യിൽ ഒതുങ്ങാത്തത്ര ജോലിഭാരമുണ്ട്. സാർ ജോലിഭാരം അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് സാർ. അതായത് ഇപ്പം ഒരു ജനറേഷൻ ആണെങ്കിൽ പാഷനോടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫോഴ്സിലേക്ക് വരുന്നുണ്ട്. മറ്റൊരു ജനറേഷൻ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, ആ തരത്തിൽ വരുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഒരു സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ ആലോചിക്കട്ടെ, സബ് 24 hour ഡ്യൂട്ടി വരുന്നു. അപ്പൊ അതിനകത്ത് ഈ ഒരു 10 മണിക്കൂറിൽ കൂടുതലൊക്കെ ഒരു ജോലി വരുന്ന സമയത്ത് അത് അവരുടെ ഒരു സ്വഭാവത്തെ ബാധിക്കത്തില്ലേ സാർ? മൊത്തത്തിൽ ഒരു ദേഷ്യപ്പെടാം. അത് ഓരോരുത്തരുടെയും വ്യക്തിത്വം അനുസരിച്ചിരിക്കും. 24 മണിക്കൂറും ജോലി എന്ന് പറയുന്നത് ഞാനൊരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. 24 മണിക്കൂറും ജോലി ചെയ്യാനുള്ള സന്നദ്ധരായിരിക്കണം. അതിൽ കൃത്യമായി ജോലി ചെയ്യുന്നത് എത്ര മണിക്കൂർ എന്നുള്ളത് മറ്റൊരു ക്ലാസിഫിക്കേഷനിൽ പെടുത്തണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം 24 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യാൻ കഴിയുമോ ഒരു മനുഷ്യന്? നമ്മുടെ സിസ്റ്റം അതിന്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈവൻ ഇൻ്റലക്ച്വൽ വർക്കാണെങ്കിൽ പോലും അത് ഒരു ബ്ലോക്കേഡ് വരുന്ന എനിക്ക് തോന്നണേ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ 24 മണിക്കൂറും ജോലി എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ജോലികൾ ചെയ്യാതിരിക്കുന്നതിനൊരു വിശദീകരണവുമല്ല. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രോബ്ലമാണ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് എങ്കിൽ ഈ 24 മണിക്കൂറിൽ നമ്മൾ ചെയ്യാനുള്ള ജോലികൾ ഏത് തരത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, മുൻഗണനാക്രമം അനുസരിച്ചിട്ട് ചെയ്യേണ്ട ജോലികൾ ചെയ്യുകയാണ് എങ്കിൽ നന്നായി പ്ലാൻ ചെയ്യണം. പിന്നെ എത്ര പ്ലാൻ ചെയ്താലും നമ്മളുടെ പ്ലാനിങ്ങിനെയൊക്കെ തകിടം മറിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവിക സംഭവങ്ങളുണ്ടാകാം. ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകാം, ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കിത് മാറേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ പോലും ഓരോ ദിവസവും കൃത്യമായി പ്ലാൻ ചെയ്താൽ അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ അത്തരത്തിൽ ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ നിയന്ത്രിക്കുന്ന ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബപരമായ കാര്യങ്ങളിലും ഒക്കെ അവർക്ക് വേണ്ടത്ര സമയം ചെലവഴിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മളുടെ ഒരു മാൻ പവർ ഡിപ്ലോയ്മെൻറ്റും ഒക്കെ നമ്മൾ ചെയ്താൽ, അങ്ങനെ അല്ലാതെ വരുന്ന ഏത് സന്നിഗ്ധ ഘട്ടത്തിലും പോലീസുകാർ കൈമെയ് മറന്ന് നാടും വീട്ടുകാരെ ഒക്കെ മറന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളതാണ് എൻ്റെ അനുഭവം. എനിക്ക് പറയാവുന്ന അനുഭവങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാർ അതുപോലെ വേറൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ പോലീസിൽ ഷിഫ്റ്റ് സമ്പ്രദായം വരും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തർക്കത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഷിഫ്റ്റ് സമ്പ്രദായം വന്ന് അതിലേക്ക് വർക്ക് ചെയ്യുന്നതിനെ പറ്റി സാറിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്? ഷിഫ്റ്റ് സമ്പ്രദായം നമ്മൾ പോലീസിൽ വരുന്നത്, ചില പോലീസിലെ എല്ലാ ജോലികൾക്കും ബ്ലാങ്കറ്റായിട്ട് ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്താൻ പറ്റില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു പ്രമാദമായ കേസ് അന്വേഷിക്കുകയാണ്. ഞാൻ ഈ കേസ് അന്വേഷിച്ച് രാവിലെ 10 മണിക്ക് അന്വേഷണം തുടങ്ങി, വൈകുന്നേരം 6 മണിയായപ്പോൾ 8 മണിക്കൂറായി അല്ലേ. അപ്പം ഞാൻ ഒരു പ്രതിയെ പറ്റിയോ അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തെ പറ്റിയുള്ള അന്വേഷണത്തിൻ്റെ ഒരു പാതി ഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ഘട്ടത്തിലോ ആണെങ്കിൽ എനിക്ക് അവിടെ വെച്ച് അന്വേഷണം നിർത്തി വീട്ടിൽ പോകാൻ പറ്റുമോ? അല്ലേ, ഞാനൊരു സാമാന്യ അല്ലേ. അല്ലെങ്കിൽ ഞാനൊരു നാച്ചുറൽ കലാമിറ്റി, ഇപ്പോൾ തന്നെ വെള്ളപ്പൊക്ക കെടുതികൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായാലും അവിടേക്ക് നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ പോലീസിലെ ജോലികൾ നമ്മൾ അത്തരത്തിൽ വിഭജിക്കേണ്ട ജോലികൾ. ഇപ്പോൾ ഒരു പാറാവ് നിൽക്കുന്ന ജോലി, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന് കാവൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു VVIP സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലോ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലെ ഗാർഡ് ഡ്യൂട്ടി, ഇതൊക്കെ നമുക്ക് ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ എമർജൻസി ആയിട്ട് നമ്മൾ എപ്പോഴും ഒരു മോശമല്ലാത്ത ഒരു സ്ട്രെങ്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏത് കണ്ടിൻജൻസിയും നേരിടാൻ തയ്യാറായിട്ടുണ്ടാവണം, വേണ്ടേ? പിന്നെ ഈ പെട്രോളിംഗ് നമ്മൾ സിറ്റിയിൽ കാണുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഷിഫ്റ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ അത് 8 മണിക്കൂർ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആൾബലം കുറവായതുകൊണ്ടായിരിക്കും ഇപ്പോൾ 12 മണിക്കൂർ അങ്ങനെയാണ് ചെയ്യുന്നത്. സിറ്റി കൺട്രോളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ വേറൊരു സംഗതിയും, നമ്മളുടെ ഈ ആൾബലത്തെ ബാധിക്കുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പോലീസ് നമ്മുടെ കൺവെൻഷണൽ പോലീസിങ്ങിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ 70 80 എടുത്താൽ കാറ്റിൽ തെഫ്റ്റും സൈക്കിൾ ഓവർലോഡ് പോകുന്നതൊക്കെ ആയിരുന്നു കുറ്റങ്ങൾ. ഞാൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞല്ല, സൈക്കിൾ ഓവർലോഡ് പോകുന്നവരെ പിടിച്ച് വാൽറ്റ്യൂബ് ഊരി വിടുക, അല്ലേ? ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പോലീസിന്. ഇപ്പോഴ് ഒന്ന് സൈബർ ക്രൈംസ്, പിന്നെ ഈ സോഷ്യൽ പോലീസിങ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ജോലികൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി എല്ലാം പോലീസ് വിങ് ഉണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വിഭാഗങ്ങളുണ്ട്. അതുപോലെ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അവിടെയൊക്കെ അതെല്ലാം ചെയ്യുന്നത് ഈ നോർമൽ ചാനലിൽ കൂടെ പോലീസിൽ വന്ന ആളുകളാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. വേറൊരു പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു മൾട്ടിനാഷണൽ സൈബർ ഭീമൻ അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ട്സിനെ എടുത്ത് ജോലി ചെയ്യിപ്പിക്കുന്ന പോലെ അല്ല ഇത് ചെയ്യുന്നത്. ഞങ്ങളുടെ പോലീസുകാരാണ്. ഞങ്ങളുടെ ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നത്. അത് അവർ തന്നെയാണ് സ്വയം അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതും ഈ ജോലി ചെയ്യുന്നതും ഈ ചാലഞ്ചസ് ഏറ്റെടുക്കുന്നതും ഒക്കെ അവർ തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു സംഗതി ശരിയാണ്, നമ്മളുടെ ജോലി ഭാരം ഈ വർദ്ധിച്ച് വന്ന ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ പോലീസിങ്ങിന് വേണ്ടി നമ്മൾ കൂടുതൽ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ, പ്രത്യേകിച്ച് എല്ലാത്തിലും ഇപ്പം ഡ്രഗ്സ് എല്ലാവരും പോലീസിനെയല്ലേ പറയുന്നത്, അല്ലേ? മദ്യം പോലീസിനെയല്ലേ പറയുന്നത്. ഒരു എക്സൈസ് വകുപ്പില്ലേ ഇതിന്? അതിനുവേണ്ടി ഒരു വകുപ്പില്ലേ ഇവിടെ? ഞാൻ വകുപ്പിനെ കുറ്റം പറയില്ല, അവർക്ക് ഒട്ടും സ്റ്റാഫില്ല. അവർക്ക് ഞങ്ങളെക്കാളൊക്കെ വളരെ സ്റ്റാഫ് കുറവാണ്. പക്ഷേ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണം. രണ്ട് ജോലി ഇത്തരത്തിൽ ഒരു ക്ലാസിഫിക്കേഷൻ വേണം. ഈ ഷിഫ്റ്റിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്പെഷ്യലൈസ്ഡ് ജോബ്സ്, ഇൻവെസ്റ്റിഗേഷൻ, ഇൻ്റലിജൻസ് കളക്ഷൻ ഷിഫ്റ്റ് പറ്റുമോ? ഞാനിപ്പോൾ ഒരു ഞാൻ ഇൻ്റലിജൻസിൽ ട്രെയിൻഡാണ്, ഇൻ്റലിജൻസ് ഓഫീസറായിരുന്നു. ഞാൻ ഇൻ്റലിജൻസ് വിഭാഗത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാനൊരു രഹസ്യ വിവരം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നത്, ഇപ്പം നിങ്ങൾ സിന്ദൂറൊക്കെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. എനിക്കുള്ള ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ എനിക്ക് ആക്സസ് ഉള്ള ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു വെളിവാക്കാനൊക്കാത്ത ഒരു സോഴ്സിൽ നിന്നായിരിക്കും, അല്ലേ? എനിക്കത് വേറെ ആരോടെങ്കിലും വെളിപ്പെടുത്താൻ പറ്റുമോ? 8 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഞാനത് താങ്കളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമോ? ആ ആളത് ഡിസ്ക്ലോസ് ചെയ്യുമോ? അയാളുടെ ട്രസ്റ്റ് വേണ്ടേ? ഈ ഇൻ്റലിജൻസ് ഓപ്പറേഷൻസിൽ അതുപോലെ ഇൻവെസ്റ്റിഗേഷനിലൊക്കെ മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് റാങ്കിനോടല്ല, ട്രസ്റ്റ് എ പേഴ്സണോടാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെ ഇരുന്ന് ജോലി ചെയ്ത ആളാണ്. പലപ്പോഴും എൻ്റെ DG ഉൾപ്പെടെ ട്രസ്റ്റ് ചെയ്യുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇൻപുട്ടാണ്. നമ്മൾ വിചാരിക്കേണ്ട IG കൊടുത്ത റിപ്പോർട്ടാണ് അല്ലെങ്കിൽ DGPക്ക് അഡീഷണൽ DGP കൊടുത്ത റിപ്പോർട്ടാണ് ശരി, അല്ലാണ്ട് SI പറഞ്ഞതല്ല ശരി, CI പറഞ്ഞതല്ല ശരി എന്ന് ഒരു DGP പറയില്ല. എന്ന് വെച്ചാൽ അവർക്ക് അറിയാം. ഇപ്പോൾ ഒരു അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ഇൻ്റലിജൻസ് കിട്ടുന്നത്. ഒരു കേസ് അന്വേഷണത്തിന് ഇപ്പം മാന്യമായി താമസിക്കുന്ന ആരോടെങ്കിലും ചെന്നിട്ട് അവിടുത്തെ ആൻറ്റി സോഷ്യൽസിനെ കുറിച്ച് ചോദിച്ചാൽ വിവരം കിട്ടും. ആൻറ്റി സോഷ്യൽസിനെ കുറിച്ച് അല്ലെങ്കിൽ കഞ്ചാവ് വെക്കുന്നതിനെ കുറിച്ച് വിവരം കിട്ടണമെങ്കിൽ അവിടെ ചോദിക്കണം. ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ അത് കൊടുക്കുന്നവർ അല്ലെങ്കിൽ ഇത് കാണുന്നവർ, അല്ലേ? തെരുവിലുള്ളവരോട് തന്നെ ചോദിക്കണ്ടേ, വേണ്ടേ? അതുപോലെ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ കുറിച്ച് ചോദിക്കണമെങ്കിൽ ഇവിടെ മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്നിട്ട് അതാ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾക്കൊക്കെ ഉള്ള ആളുകൾക്ക് 24 മണിക്കൂർ ജോലി തന്നെയാണെങ്കിലും
അവർക്ക് ഈ പറഞ്ഞ പോലെ പ്രയോറിറ്റൈസ് ചെയ്യാനും അവർക്ക് ഷെഡ്യൂൾ ചെയ്യാനും ഒക്കെ പറ്റണം. പലർക്കും അത് പറ്റുന്നില്ല. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു HR ശ്രദ്ധിക്കേണ്ട ഒരു ഹ്യൂമൻ റിസോഴ്സസ് ഞാൻ ഉദ്ദേശിച്ച് മനുഷ്യ വിഭവശേഷിയുടെ ഒരു ഡെവലപ്മെൻറ്റിൽ ഇതൊരു ട്രാൻസ്ഫർമേഷൻ ഫേസ് ആണ്. അങ്ങോട്ട് എത്തും നമ്മൾ ഈ ട്രഡീഷണൽ പോലീസിങ്ങും ഇതും തമ്മിൽ വന്നപ്പോഴത്തേക്കും ഇപ്പം പൊതുജനം കൂടുതൽ ആവശ്യപ്പെടുന്നത് ഈ സോഷ്യൽ പോലീസിങ്ങിലുള്ള പോലീസിൻ്റെ ഇതാണ് കൂടുതൽ ആവശ്യപ്പെടുന്നത്. അതാണ് തലക്കെട്ട് ആകർഷിക്കുന്നത്, അതാണ് അംഗീകാരം കിട്ടുന്നത്, അതാണ് ഫോട്ടോയും ഫേസ്ബുക്ക് പോസ്റ്റിങ്ങും ഒക്കെ കിട്ടുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് ട്രഡീഷണൽ പോലീസിങ്ങിൽ കോംപ്രമൈസ് വരാതെ നോക്കണം. വന്നു എന്ന് ഞാൻ പറയണില്ല. സ്റ്റിൽ കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുള്ളൊരു പോലീസ് സേന തന്നെയാണ്. ഇൻ്റലിജൻസ് വിഭാഗത്തിൽ നമ്മൾ ഒട്ടും പുറകിലല്ല. ക്രൈം ഇൻവെസ്റ്റിഗേഷനിലും ഏറ്റവും നല്ല മിടുക്കന്മാരുള്ള വളരെ പ്രതിബദ്ധതയോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുള്ള പോലീസ് സേനയാണ് കേരളത്തിലെ പോലീസ് സേന. അതിലൊരു അംഗമായിരുന്നു എന്നുള്ള ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അഭിമാനമാണ്. തീർച്ചയായിട്ടും സാർ. എനിക്ക് അതേപോലെ ഒരു ഡൗട്ട് ഉണ്ട് സാർ. ഇപ്പം പിന്നെ പണ്ട് തൊട്ടുള്ള ഡൗട്ടാണ്. അതായത് സാർ ഇപ്പോൾ പറഞ്ഞതൊക്കെ തന്നെയാണ്, ഇതൊരു സൈബർ ക്രൈം നടക്കുമ്പോൾ സൈബർ ക്രൈം നടത്തുന്ന ഒരാൾ ഹൈ സ്കിൽഡ് ആയിരിക്കും, അല്ല, അയാൾക്ക് ഒരുപാട് ആ തരത്തിലുള്ള ഡിഗ്രി കാണും, അയാൾ ആ തരത്തിൽ ട്രെയിൻഡ് ആയിരിക്കും, ബാക്കിയുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ പോലീസിൽ നോക്കുമ്പോൾ അതിന് ക്വാളിഫൈ ചെയ്ത ഒരാളല്ല പോലീസിൽ അങ്ങനത്തെ ഒരു സ്ഥാനത്തിന് വേണ്ടി നിയമിക്കുന്നത്, അല്ലെ? അതായത് ഒരു കോൺസ്റ്റബിൾ ആയിട്ട് പോകുന്ന ഒരാളോ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ആയിട്ട് പോകുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്, അവിടെ സെർവ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എത്രത്തോളം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹൈലി ട്രെയിൻഡ് ആയ ഒരാൾ സബ് ഇൻസ്പെക്ടറുടെ കീഴിലാണ് സാർ സങ്കല്പിച്ചത്, അല്ലെങ്കിൽ അയാൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും, എംടെക് കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും, അതിനുശേഷം ആ ക്വാളിഫിക്കേഷൻ പുള്ളി കാണും. അപ്പൊ അയാൾക്ക് ഈ സൈബറിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള തലത്തിലേക്കോ നമുക്ക് അവിടെ നിന്ന് മാറാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. നമ്മൾ ഈ സൈബർ ഇൻവെസ്റ്റിഗേഷൻ ടീമും സൈബർ ക്രൈം വിഭാഗമൊക്കെ ഉപയോഗിച്ച് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുണ്ട്. സൈബറിനെ സംബന്ധിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ വേണം രജിസ്റ്റർ ചെയ്യാൻ. ഒരു FIR ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ നമ്പറിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കം ഞാൻ പറയാം. തുടക്കത്തിൽ നമ്മൾ ഈ വിഭാഗം നമ്മൾ പയനിയേഴ്സാണ്. കേരളം വൺ ഓഫ് ദ പയനിയേഴ്സാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കഴിഞ്ഞാൽ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷനും ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായത് കേരള പോലീസിലാണ്. അന്ന് തുടങ്ങിയത്, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള പോലീസ് കോൺസ്റ്റബിൾ മുതൽ സബ് ഇൻസ്പെക്ടർമാർ വരെ, അതിനൊക്കെ മുകളിലുള്ള ആളുകൾക്ക് എന്നെപ്പോലെയുള്ള ആളുകൾക്കൊന്നും വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനകത്ത് തുടങ്ങുന്ന കാലത്ത്. അവരെ കൊണ്ടാണ് ഞങ്ങൾ ഈ വിഭാഗം തുടങ്ങുന്നത്. ഈ വിഭാഗം തുടങ്ങിയപ്പോൾ അത്ഭുതകരമെന്ന് ഞാൻ പറയട്ടെ, ഏറ്റവും ഭംഗിയായി അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് പറ്റി. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം, നമുക്ക് പോലീസ് കോൺസ്റ്റബിൾസായിട്ട് വരുന്നവരിൽ പോലും കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രോണിക്സിലും എല്ലാം ബിരുദവും പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും എഞ്ചിനീയറിംഗ് ബിരുദധാരികളും ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതും കൂടി ഒരു വസ്തുതയാണ്. അവരിതിലേക്ക് വരുന്നുണ്ട്. പിന്നെ 2, അവരിതിനെ ഒരു ചലഞ്ചായിട്ട് എടുക്കണം. ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത, ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ ഒരു വയസ്സിനിരുന്ന് ചെറുപ്പക്കാരെ കുറ്റം പറയുന്ന പോലെ അല്ല ഞാൻ പറയുന്നത്. എന്നറിയാമോ, ഇന്നത്തെ തലമുറ ചലഞ്ചസാണ് ഇഷ്ടപ്പെടുന്നത്. ഈ പോലീസ് കോൺസ്റ്റബിളിനെ അല്ലെങ്കിൽ പോലീസ് ഹെഡ് കോൺസ്റ്റബിളിനെയോ സബ് ഇൻസ്പെക്ടറെയോ സൈബർ ക്രൈമിലോട്ട് വയ്ക്കുമ്പോഴേ, ഞാനൊരു സിനിമയെ കണ്ടൊരു രംഗമാണ് ഞാൻ ഓർക്കുന്നത്. അവിടെ ഒരാൾ ഒരു 3-4 സീരിയൽ കില്ലിങ് നടക്കുകയാണ്. അപ്പോൾ ഒരാൾ ഒരു ഇവരെ കൊണ്ടുവന്ന് ഒരു സിവിലിയനെ കൊണ്ടുവന്ന് കൺട്രോൾ റൂമിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ നോക്കാൻ. ആ സിനിമ നിങ്ങളെ പേര് ഞാൻ മറന്നുപോയി. അതിനകത്ത് പറയുന്നുണ്ട്, ഹീ ചീറ്റഡ് ഹിം, എന്തോ അവോയ്ഡ് ചെയ്തു, ഈ ട്രാക്കിങ്ങിന് ഇവൻ എന്തോ ചെയ്തു. അപ്പോൾ ഇയാളുടെ നീ വീട്ടിൽ പോക്കോ, ഇത്ര ദിവസമായില്ല, നമുക്ക് നാളെ നോക്കാമെന്ന് പറഞ്ഞാൽ പറയാണ്, നോ, ദിസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ എം ഫെയിലിംഗ് ഇൻ ദിസ് തിങ്. ഇത് കണ്ടുപിടിച്ചിട്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറയുന്നത് ഏതൊരു സിനിമയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഹീ ഡിഡ് ഇറ്റ്. അപ്പോൾ അതുപോലെ ചാലഞ്ചസ് എടുക്കും ഈ ജനറേഷൻ, മനസ്സിലായോ? അതുപോലെ ഞങ്ങളുടെ പോലീസുകാരെന്ന് തന്നെ ഞാൻ പറയട്ടെ, അവരിത് ചാലഞ്ച് ഏറ്റെടുത്ത ആളുകളാണ്. ആൻഡ് they were very much particular to develop their skills. അവരവരുടെ സ്കിൽസ് അതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏത് സൈബർ വിഭാഗത്തിനോടും കിടപിടിക്കുന്ന, എസ്പെഷ്യലി ഇൻവെസ്റ്റിഗേഷനിൽ. ഇപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ അതൊന്നും അവർക്ക് വേണ്ടി ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷനിൽ എങ്ങനെ പ്രൊസീഡ് ചെയ്യാം, അതുപോലെ ഓരോ കേസിലും വന്ന ഡ്രോബാക്സ് അല്ലെങ്കിൽ അത്
അപ്ഗ്രേഡ് ചെയ്യാനും അവരെ മോർ സ്കിൽഡ് ആക്കാനും ഒക്കെ ഉള്ള സംവിധാനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്തിട്ടുണ്ട്. അതിന് സൈബർ ഡോം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് നമുക്ക്. എല്ലാ വർഷവും സൈബർ സെക്യൂരിറ്റി ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടത്തുന്ന വിഭാഗമാണ് കേരള പോലീസ്. എല്ലാ വർഷവും നടത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് ഒരുപാട് ഫണ്ടും ഒരുപാട് റിസോഴ്സസും ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു പോലീസ് സേനയും സൈബർ ക്രൈംസ് ഹാൻഡിൽ ചെയ്യാൻ കേരള പോലീസിനെ പോലെ സന്നദ്ധമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്നേക്കാൾ അറിവുള്ള ആളുകൾ അതിനകത്ത് കാണാം. പക്ഷേ അതൊരു പോരായ്മയായിട്ട് കാണണ്ട. നമ്മൾ പിന്നെ അവർക്ക് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. ഞാൻ അതും ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല. സ്വതസിദ്ധമായ അന്വേഷണത്വരതയും പോലീസുകാരനായതുകൊണ്ടുള്ള ആ ഒരു പാഷനും ഇല്ലേ, പിന്നെ നമ്മളെ ഒരാൾ തോൽപ്പിക്കുന്നു എന്ന് വരുമ്പോൾ ആ ഒരു അതൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഐ നോ എക്സലൻറ്റ് പോലീസ് പേഴ്സണൽ. മിനിറ്റ് വെച്ച് പിന്നെ എത്രയോ കേസ് ഞങ്ങൾ അന്വേഷിച്ചിരിക്കുന്നു. വെറും ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഒരു ഏതോ ഒരു ടവറിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി കടയിൽ ചെന്നിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ വേണ്ടി ഒരു സിം ഇട്ട് നോക്കി, അപ്പം തന്നെ തിരിച്ചെടുത്തു. വിതിൻ 7 seconds ഓൾസോ ഇറ്റ് ഗോസ് ടു റിപ്പോർട്ട്സ്. അത് ഈ ഒരു മർഡറായിരുന്നു. മർഡർ നടന്നതിൻ്റെ എത്രയോ കിലോമീറ്ററുകൾ ദൂരെ കേട്ടോ. ആ ഒരൊറ്റ ആക്ടിൽ നിന്ന് വി ട്രാക്ഡ് ദ അക്യൂസ്ഡ്, എ ഗ്രൂപ്പ് ഓഫ് അക്യൂസ്ഡ് ഫ്രം എബ്രോഡ്. ആ മർഡർ നടക്കുന്നത് തന്നെ എല്ലാ തരത്തിലുമുള്ള സെക്യൂരിറ്റി ഗേറ്റ് തുറക്കണമെങ്കിൽ ഇലക്ട്രോണിക് ഇതാണ് കേട്ടോ, ക്യാമറാസ് ഉള്ളതാണ്. ഇതെല്ലാം ഡിസ്ഫങ്ക്ഡ് ആക്കിയിട്ടാണ് ആ വീട്ടിൽ കയറി ഒരു മർഡർ നടന്നത്. കേരളത്തിൽ നടന്ന കാര്യമാണ് ഞാനിപ്പോൾ. അല്ല ഇറ്റ് വാസ് ഇൻ കാസർഗോഡ്. സാറിപ്പം സാറ് പല കാലഘട്ടങ്ങളിലായിട്ട് പോലീസിൽ വർക്ക് ചെയ്തു. സാറിപ്പോൾ 80s, 90s, 2000. സാറിപ്പോൾ ഈ 3 കാലഘട്ടങ്ങളിലും സാറ് അനുഭവിച്ചറിഞ്ഞ മാറ്റം എന്താണ് കേരള പോലീസ്? സാധാരണ ഒരാളോട് ചോദിച്ചാൽ പറയും ഇപ്പോഴത്തെ പോലീസ് ഒന്നും പോരാന്ന് പറയാം. എന്നാൽ ഞാൻ പറയാം ഇപ്പോഴത്തെ പോലീസുകാർ ചെയ്യുന്ന ജോലി 70കളിലും 80കളിലും 90കളിലും 2000-ലും ചെയ്ത ജോലിയല്ല. അവരുടെ മുമ്പിലുള്ള ചലഞ്ചസും അതല്ല. മനസ്സിലായില്ലേ? ഞങ്ങളിപ്പോൾ ഒരു 90s ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് മൊബൈൽ ഫോൺ പോലും ഇതാകുന്നത്. അതുവരെ അല്ലേ 97, 98-ലൊക്കെയാണ് മൊബൈൽ ഫോൺ വരുന്നത് അല്ലേ? അതിനു മുമ്പൊക്കെ കേസ് അന്വേഷണത്തിൽ ഈ മൊബൈൽ ഫോണിൻ്റെ സംവിധാനമൊന്നുമില്ല. ഇപ്പം അതല്ല, കുറ്റം ചെയ്യുന്നവനും ഈ സംവിധാനമുണ്ട്, കുറ്റം കണ്ടുപിടിക്കുന്നവനും ഈ സംവിധാനമുണ്ട്. പക്ഷെ ഒരു കേസിൽ നമ്മൾ ഒരു സംവിധാനം ഉപയോഗിച്ച് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കില്ല. എത്രയോ വെറും ഒരൊറ്റ കോളിന് വേണ്ടി മാത്രം ഉപയോഗിച്ച സിം കാർഡ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ കോളിന് വേണ്ടി മാത്രം ഉപയോഗിച്ച മൊബൈൽ സെറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് IMEI വെച്ച് നമ്മൾ ട്രേസ് ചെയ്യില്ലേ, IMEI ട്രേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി 1 time യൂസ് ത്രോ അവേ. ഇതാണ് ഈ പുതിയ ഒരു മൊബൈൽ ഏതാണ്ടൊരു UPS വിട്ട് വെച്ച അല്ലെ ഒരു GPS വെച്ച് വിട്ട പോലെയാണെന്നാണ് ക്രിമിനൽസിന് വരെ അറിയാം ഇപ്പോഴും. അപ്പോൾ ഏറ്റവും ചാലഞ്ചസ് ഇപ്പോഴാണ്. ഞാൻ ഐ സല്യൂട്ട് ദി പോലീസ് ഓഫീസേഴ്സ് ഓഫ് ദിസ് ഈ കാലഘട്ടത്തിൽ. ബിക്കോസ് എനിക്ക് ഓഫ് കോഴ്സ് ലേറ്റർ സ്റ്റേജിൽ 2010-ന് ശേഷമൊക്കെ കേസുകൾ സൂപ്പർവൈസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് അത്യാവശ്യം അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ ആളുകൾ അതൊന്നുമല്ല. ദ സ്കോപ്പ് ഫോർ ആൻ ഒഫൻസ് ഈസ് ട്രെമൻഡസ്. എവിടെ ഇരുന്ന് ഇപ്പം മുമ്പൊക്കെ നമ്മൾ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ പറയും ഇപ്പം മ്യൂസിയം സ്റ്റേഷൻ്റെ അതിർത്തിയല്ല, പേരൂർക്കട അതിർത്തിയാണ്. ഇപ്പം അങ്ങനൊന്നുമില്ല, അതിർത്തിയൊന്നും വേണ്ട. ഇപ്പം എവിടെ ഇരുന്ന് എവിടെയും കുറ്റകൃത്യം ചെയ്യാം ഇല്ലേ? കുറ്റകൃത്യവും ചെയ്യാം, നല്ല കാര്യവും ചെയ്യാം. നമ്മൾ കണ്ടില്ലേ ഈ ആസ് പെർ ദ റിപ്പോർട്ട്സ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തിട്ടില്ലല്ലോ. വി ഹിറ്റ് ദ ടാർഗറ്റ്സ് അല്ലേ? ഓപ്പറേഷൻ സിന്ദൂറിൽ. അപ്പം അതുപോലെ തന്നെ കുറ്റകൃത്യത്തിനും അഫക്റ്റീവാണ്. പിന്നെ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് അല്ലേ? ഫിനാൻഷ്യൽ ഫ്രോഡ് 1200 കോടി ആണ് കേരളത്തിൽ നിന്ന് മാത്രം പോയത്. അറിയാമോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇതിൽ വായിച്ചപ്പോൾ ഞാനൊന്ന് വെരിഫൈ ചെയ്തതാണ്. 1200 കോടി രൂപ എമൗണ്ട് വാസ് സൈഫണ്ട് ഓഫ് ഫ്രം ദ അക്കൗണ്ട്സ് ഫ്രം കേരള. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ലോകം മുഴുവനല്ല. കേരളത്തിൽ നിന്ന് കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് സൈഫൺ ചെയ്ത എമൗണ്ടാണ് 1200 കോടി രൂപ.
അപ്പോൾ എന്താണ് അതിൻ്റെ സ്കോപ്പ് എന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇത് സ്റ്റിൽ എനിക്ക് വേണം അതൊരു ജനങ്ങളുടെ ഒരു അവയർനെസ്സിൻ്റെ കുറവും കൂടെ ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, നിങ്ങൾക്ക് ഇപ്പോൾ അത് കിട്ടിയിരിക്കണം ഇത് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ കയറിയ ലിങ്കിൽ പൈസ അപ്പം പോകും പൈസ. ഇപ്പോൾ പിന്നെ അവരും വളരെ ഇന്നോവേറ്റീവാണ്. നിങ്ങളുടെ വാഹനത്തിന് 250 രൂപ പിഴ അടച്ചിരിക്കുന്നു എന്നും പറഞ്ഞൊരു മെസ്സേജ്. അത് വെച്ചിട്ട് ഇവർ കയറി കഴിഞ്ഞാൽ ഉടനെ 250 രൂപ ഇവൻ അടയ്ക്കുകയും ചെയ്യും. അത് ആർക്കും പോട്ടെ, ഇമ്മീഡിയറ്റ് ആയിട്ട് അവൻ അതിനകത്ത് കയറുമല്ലേ. അപ്പം അതുകൊണ്ട് ഒരുപാട് അതിനൊരുപാട് ഫയർ വോൾസും പിന്നെ RBI കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഇത്ര സമയത്തിനകം ആണെങ്കിൽ 30 മിനിറ്റ്സോ മറ്റോ കഴിയുന്നത് വരെ അവർ എമൗണ്ട് ഹോൾഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരു ഇത് വന്നിട്ടുണ്ട്. അല്ല, ഞാനത് ജനറലായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് പോലീസിലെ വർക്കിൻ്റെ ചാലഞ്ചസ് ആണല്ലോ ചോദിച്ചത്. അത് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു ട്രാഫിക് ഡ്യൂട്ടി ആണെങ്കിലും നമ്പർ ഓഫ് വെഹിക്കിൾസ് എത്രയാണ് കൂടിയിട്ടുള്ളത് അല്ലേ, എത്രയാണ് കൂടിയിട്ടുള്ളത്. പിന്നെ ഡ്രഗ്സ് ഒന്നും ഞങ്ങളുടെ കാലത്തൊക്കെ ആകെയുള്ള NDPS വരുന്ന ആകെ NDPS ആക്ട് തന്നെ വരുന്നത് വളരെ ലേറ്റായിട്ടാണ്. 85 ലേറ്റ് വരും. അതിനു മുമ്പൊക്കെ പോലീസ് ജോലി ചെയ്ത ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ അന്ന് ആകെ ഉള്ളത് ഈ നാട്ടുമ്പുറത്തിരുന്ന് കടത്തണ്ടയിലിരുന്ന് കഞ്ചാവ് വലിക്കുന്ന ആളുകളാണ് അല്ലേ. കഞ്ചാവ് വീടി ചേർത്ത് ചിലപ്പോൾ വലിക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അതുമല്ലാണ്. ഇപ്പൊ ഇതിന് ട്രെമൻഡസ് അത് എവിടുന്നും വരാം. ഓൺലൈൻ വരും അല്ലേ, ഓൺലൈൻ വന്ന് ആൾ ഷോട്ട് എടുത്തിട്ട് പോകും. അങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ കുറെയൊക്കെ അങ്ങോട്ട് വരുന്നത് നമ്മുടെയൊക്കെ ജനറേഷൻ ആണെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ പ്രായം പറഞ്ഞു, നമ്മള് 90s ശേഷം ജനിച്ച ആൾക്കാരാണ്. അപ്പൊ നമ്മളൊന്നും ഈ സാധനം കണ്ടിട്ടുള്ള എങ്ങനെയാണ്, മദ്യം കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ബാക്കിയുള്ള വാക്കുകൾ കേട്ടിട്ടുള്ള നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മൊത്തം ഈ സാധനങ്ങൾ നമ്മൾ ജീവിതത്തിൽ പോലും കണ്ടു കാണുന്നില്ല. അവിടെയും ഈ ടെറിട്ടോറിയൽ ബാരിയേഴ്സ് ഒന്നുമില്ല, എല്ലാം ഗ്ലോബലാണ്. ഒഫൻസസ് എല്ലാം ഗ്ലോബലാണ്. അതുപോലെ എല്ലാവർക്കും പൊതുവെ ഉള്ളൊരു ഡൗട്ടാണ് ഈ ആംഡ് സെൽ സ്റ്റേഷൻ സെൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പൊ ആ ഡൗട്ട് ഒന്ന് എല്ലാവർക്കും സാധനം. ആംഡ് പോലീസിലെ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ആംഡ് പോലീസ് ഇസ് ഫോർ എമർജൻസി റെസ്പോൺസ്, ഒരു റൈറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘങ്ങൾ. പിന്നെ സെക്യൂരിറ്റി ഓഫ് വൈറ്റൽ ഇൻസ്റ്റലേഷൻസ്, അത് ആംഡ് പോലീസിൽ ഉദ്യോഗസ്ഥന്മാരെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, അവരുടെ സൂപ്പർവിഷൻ. പിന്നെ ട്രെയിനിങ്, അവിടെ എടുക്കുന്ന ആളുകളുടെയും സിവിൽ പോലീസിലാണെങ്കിലും എടുക്കുന്ന ആളുകളുടെയൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ആംഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ട്രെയിനിങ് സെൻറ്റേഴ്സിൽ പോസ്റ്റ് ചെയ്യും അവരെ. പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഡിപ്ലോയ്മെൻറ്റ്, പിന്നെ സെക്രട്ടേറിയറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ആംഡ് പോലീസ് പൊതുവെ ചെയ്യുന്നത്. പിന്നെ ട്രഷർ ഗാർഡ്സ്, ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു വലിയ ട്രഷർ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ എസ്കോർട്ട് ചെയ്യുക, ഇതൊക്കെ ആംഡ് പോലീസ് ചെയ്യുന്ന ജോലികളാണ്. സിവിൽ പോലീസിൻ്റെ മുമ്പ് ആംഡ് റിസർവും സിവിൽ പോലീസും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആംഡ് റിസർവ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കിയിട്ട് സിവിൽ പോലീസ് ആക്കുമ്പോൾ അത് രണ്ടും കൂടെ മെർജ് ചെയ്തു. അപ്പോൾ അങ്ങനെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ അയാളുടെ ലിമിറ്റിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ക്രൈം എന്നാണ് നമ്മളെല്ലാവരും പൊതുവെ പറയുന്നതെങ്കിലും പ്രിവെൻഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ക്രൈമാണ് കറക്റ്റായിട്ട്. കുറ്റകൃത്യം തടയണം, കുറ്റകൃത്യം ഉണ്ടാകാതിരിക്കണം. അതിനാണ് ഈ നൈറ്റ് പെട്രോളൊക്കെ പോകുന്നതും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചെക്ക് ബുക്ക് വയ്ക്കുക, പട്ടാ ബുക്ക് വയ്ക്കുക, ആളുകൾ പോയി ഒപ്പിടുകയൊക്കെ ചെയ്യുന്നതിന്. ഇപ്പോൾ അതിനൊക്കെ ഡിജിറ്റൽ സംവിധാനം ഉണ്ട് കേട്ടോ. നമ്മളത്രയും പൂർണ്ണമായും ഡിജിറ്റൽ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് എല്ലാ വീടുകളിലുമൊക്കെ വി ക്യാൻ ഹാവ് എ ഡിജിറ്റൽ ചെക്കിംഗ് സിസ്റ്റം, സർവൈലൻസ് ക്യാമറാസ്. ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ സഹായിക്കുന്നത് സർവൈലൻസ് ക്യാമറാസാണ്. അപ്പോൾ ബേസിക്കലി പ്രിവെൻഷൻ ഓഫ് ക്രൈം എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആംബിറ്റാണ് അതിനകത്തുള്ളത് അല്ലേ. മദ്യവും മയക്കുമരുന്നിൻ്റെ ഉപയോഗം തടയണം. എങ്ങനെ തടയാൻ പറ്റും? ഫിസിക്കലി തടയുന്നതിനേക്കാൾ അതിനകത്തൊരു കോൺഷ്യസ് എഫേർട്ട് ബൈ ദി ഫാമിലി വേണം, പിയർ ഗ്രൂപ്പ് വേണം അല്ലേ, ഫ്രണ്ട്സ് വേണ്ടേ. അപ്പോൾ അതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. അതുപോലെ ഒരു ക്രൈം പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? നോൺ ക്രിമിനൽസിൻ്റെ മൂവ്മെൻറ്റ്സ് വാച്ച് ചെയ്യണം. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള അൺഫോർസീൻ ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അന്വേഷിക്കണം, വേണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് വെളിയിൽ നിന്ന് ആളുകൾ വരുന്നു,
മൈഗ്രൻ്റ് ലേബർ നമ്മൾ അതിഥി തൊഴിലാളികൾ അങ്ങനെ പറയാവൂ അതിഥി തൊഴിലാളികൾ വരുന്നു. അതിഥി തൊഴിലാളികളെ നമുക്കിവിടെ വരണ്ടെന്ന് പറയാൻ പറ്റും? അതിഥി തൊഴിലാളി ഇല്ലാത്തൊരു കാലം കേരളത്തിൽ ഉണ്ടാവില്ല. അവരില്ലെങ്കിൽ ഇവിടെ വർക്ക് ഫോഴ്സ് ഇല്ല. മാനുവൽ ലേബർ അവരുടെ കയ്യിലാണ്. അവരെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തുകയും അവരുടെ പ്രീവിയസ് കോണ്ടാക്ട് വലിയ പാടല്ലേ. പിന്നെ അതുപോലെ ഒരു പാസ്പോർട്ട് അപേക്ഷിക്കുന്ന ഒരാൾ അവരുടെ പ്രീവിയസ് കോണ്ടാക്ട് അന്വേഷിക്കണ്ടേ? വളരെ സുതാര്യമാണ് ഇപ്പോഴ്. എന്നിരുന്നാൽ പോലും അത്തരത്തിലൊക്കെയുള്ള ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒരുപാടുണ്ട്. ഇനി ഒരു ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പോലീസ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും തന്നെ അവിടുത്തെ നാട്ടുകാരും സോ കോൾഡ് നേതാക്കന്മാരും എല്ലാം കൂടെ പ്രതിയെ ഒക്കെ ഫിക്സ് ചെയ്ത് കഴിയും, തീരുമാനിച്ച് കഴിയും. പ്രതിയുടെ രാഷ്ട്രീയവും പ്രതിയുടെ ജാതിയും മതവും എല്ലാം അവർ തീരുമാനിച്ച് കഴിയും. അവിടെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെന്നിട്ട് ആരും കണ്ടിട്ടില്ലാത്ത ഒരു കുറ്റകൃത്യത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. അതിൻ്റെ ആ ഒരു പിറ്റേ ദിവസം പത്രം ഇറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമായി അല്ലേ? എൻ്റെ സൂചനയായി, ഇന്നയാണ് ടോബിയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇന്നയാളാണ് ചെയ്തതെന്ന് പറഞ്ഞ് വരികയായി. പിന്നെ അന്വേഷിച്ച് നമ്മൾ ശരിയായ രീതിയിലാണ് പോണതെങ്കിൽ അവരുടെ ഒരു അജണ്ട ഉണ്ടല്ലോ. മീഡിയ ഹാസ് ഗോട്ട് ദെയർ ഓൺ. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. പൊളിറ്റിക്സ് ആകാം, ജാതിയാകാം, മതമാകാം, പത്രമാധ്യമത്തിൻ്റെ ലൈൻ ഓഫ് തോട്ടാകാം, ഗവൺമെൻറ്റിനെതിരെയുള്ള വിമർശനമാകാം. ഇങ്ങനെയൊക്കെയാണ് കൂടുതലും. അല്ലാതെ ആ വ്യക്തികൾക്ക് ഇൻഡിവിജ്വലായിട്ടൊരു പിന്നെ ആര് പറഞ്ഞാലും കേൾക്കുന്ന ഒരു ആരോപണമാണ് പണം. പണം സ്വാധീനിച്ചു എന്ന് പറയാം അല്ലേ? ഒരു പണമുള്ള വീട്ടിലേക്ക് ആണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം മറികടന്നിട്ട് ശരിയായി അന്വേഷിക്കുക എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ ഒരു ഭയങ്കര ടെൻഷനുള്ള ജോലിയാണ്. ഞാനീ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു യുദ്ധം വരുന്നു അല്ലെങ്കിൽ കോവിഡ് വരുന്നു പറഞ്ഞതിനേക്കാളൊക്കെ അതൊന്ന് ഒരു കരയ്ക്ക് എത്തിക്കുന്നത് വരെ, അതതിൻ്റെ ശരിയായ ഒരു ഭാഷ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കരയ്ക്ക് എത്തിക്കുന്നത് വരെ അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത്, അതിൻ്റെ സത്യസന്ധത കണ്ടെത്തുക എന്നുള്ളത്. പിന്നെ സത്യസന്ധത കണ്ടെത്തിയാൽ തന്നെ അതിൻ്റെ വിശ്വാസ്യത വേറെ പ്രധാനമാണ്. പലപ്പോഴും അതിനെ അവിശ്വസിക്കാനും അതിനെ വിശ്വസിക്കരുത് എന്ന് പറയാനും തന്നെ ആളുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടാകും അല്ലേ? അപ്പോൾ അവിടെ ഏറ്റവും സത്യസന്ധമായി അന്വേഷിച്ച് നിയമപരമായി നിലനിൽക്കുന്ന തെളിവുകൾ കണ്ടെത്തി കുറ്റകൃത്യം നടന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് അത് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അതിൻ്റെ പ്രതികളെ കോടതിയുടെ മുമ്പിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേഷൻ. ഇത് സിവിൽ പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ബാക്കിയൊക്കെ പിന്നെ VIP സെക്യൂരിറ്റി വരും, മീറ്റിങ്ങുകൾ വരും. അതൊക്കെ ഇനി പ്രത്യേകിച്ച് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. ഒരു VIP നമ്മുടെ അവിടെ വരുന്നെങ്കിൽ അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം, എസ്കോർട്ട് കൊണ്ടുവരണം. പിന്നെ എന്തെങ്കിലും തരത്തിൽ മറ്റ് അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നാൽ ഇല്ലേ, ഒരു ദിവസം ഇന്നലെ തന്നെ ഇവിടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് 5-6 മരം വീണപ്പോഴത്തേക്കും പോലീസും ഫയർഫോഴ്സും ഇലക്ട്രിസിറ്റി ബോർഡുകാരും മുഴുവൻ റോഡിലാണ്. ഞാൻ ഇന്നലെ കണ്ട കാര്യമാണ് പറഞ്ഞത്. ഞാൻ രാത്രി 12 മണിക്ക് കണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവർ മരം വെട്ടുകയും ലൈൻ സപ്ലൈ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടിൻജൻസീസ് വരുമ്പോഴൊക്കെ പോലീസിന് ജോലിയുണ്ട്. പോലീസിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എപ്പോഴും പോലീസാണ്. അതൊരു എന്താണ് ഗുണമാണെന്നാണ് എൻ്റെ. പലരും പറയുന്നത് തിരിച്ചും പറയും. ആദ്യം എവിടെയാണ് വിളിക്കുക? അല്ലേ? ഒരാൾ മരിച്ചില്ലോ എന്നറിയാതെ റോഡിൽ ആക്സിഡൻറ്റ് പറ്റി വീണ് എടുക്കുകയാണെങ്കിൽ പോലീസിനെ ആദ്യം വിളിക്കുമല്ലോ. അത് നിങ്ങൾ ഡോക്ടറെ വിളിക്കുമോ? പറഞ്ഞേ, അവിടെ വിളിക്കേണ്ടത് ആംബുലൻസ് അല്ലേ ശരിക്കും വിളിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ, സാധാരണ ജനങ്ങളുടെ മനസ്സിൽ പോലീസ് ഒരു അടിയന്തര ഘട്ടത്തിൽ വിളിക്കേണ്ട അല്ലെങ്കിൽ എത്തേണ്ട ആളാണെന്നറിയാം. പോലീസ് വന്നാൽ ഇത് ചെയ്യുന്നൊരു വിശ്വാസമുണ്ട് അല്ലേ? ഇപ്പോൾ ഈ ഏത് ക്രൈസിസിലും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഏറ്റവും ചാലഞ്ചിങ് എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളതൊക്കെ പിന്നെ ഞങ്ങൾ കുറേ കണ്ട് ശീലിച്ചതുകൊണ്ടായിരിക്കും. ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു വെടിക്കെട്ട് അപകടമോ ഒക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. അതുകൊണ്ട് അതിലൊക്കെ ഞങ്ങൾക്ക് അവിടെ നിൽക്കുമല്ലോ. ഇറ്റ് ഈസ് സംതിങ്. അവിടെ ചെന്നാൽ നമുക്ക് അതിനുള്ള തെളിവുകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു അതാണ് ഒരു ഏറ്റവും ചാലഞ്ചായിട്ട് വരുന്നത്. അതാണ് സിവിൽ പോലീസ് ജോലി. ഇനി എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ പറയാം. എത്ര ആളുകളെ നമ്മൾ കാണുന്നത്. പിന്നെ ഒരു കേസും വേറൊരു കേസ് പോലെയല്ല. ഒരാളിൻ്റെ പ്രശ്നവും വേറൊരാളുടെ പ്രശ്നം പോലെയല്ല. അപ്പോൾ ഡിഫറെൻ്റ് ആണ് അല്ലേ? ഒരു മൊണോട്ടണി ഇല്ല.
ഒരച്ഛനും അല്ലെ രണ്ട് അമ്മമാർ എന്തെങ്കിലും കുട്ടികൾക്ക് പറ്റിയതിനെ കുറിച്ച് പറയാൻ വന്നത് അത് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ഒരാൾ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെങ്കിൽ രണ്ട് തരത്തിലായിരിക്കും ചിലപ്പം, അല്ലേ? അപ്പോൾ ഈ ഡൈവേഴ്സിറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരും. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നമ്മൾ മനുഷ്യനെ പഠിക്കും, നമ്മൾ ആളുകളെ പഠിക്കും, നമ്മൾ സൊസൈറ്റിയെ പഠിക്കും. അത് വലിയൊരു ബ്ലെസ്സിങ്ങാന്ന് ഞാൻ പറയും, വലിയൊരു അനുഗ്രഹം. അത് നമുക്കത് വില കൊടുത്ത് വാങ്ങാവുന്നതോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതോ പുസ്തകം വായിച്ചാൽ കിട്ടുന്നതോ ഒന്നുമല്ല. അനുഭവിച്ച് പഠിക്കുന്നത് തന്നെയാണ്. അത് വലിയ പാഠമാണ്. സാറിന്റെ ഇത്രയും ലൈഫിൽ സാർ ഒരുപാട് കാര്യങ്ങൾ സാർ ചെയ്തു കാണാം. ഒരുപാട് പോസ്റ്റുകളിലേക്ക് സാർ എത്തി, ഒരുപാട് ചാലഞ്ചസിനെ സാർ നേരിട്ടു. അപ്പൊ നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് ഇതൊന്ന് പറയാം സാർ, ഒരു സ്വപ്നത്തെ എങ്ങനെ ചേസ് ചെയ്യാൻ പറ്റും? ഒരു സ്വപ്നത്തെ ചേസ് ചെയ്യണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിനകത്ത് ഒന്ന് ടോട്ടലായിട്ട് കമ്മിറ്റഡ് ആയിരിക്കണം. ഒരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, ഒരു ലെസ്സർ ഗോളിൽ അല്ലെങ്കിൽ ഒരു ഈസി വേ ടു എ ലെസ്സർ ഗോൾ എന്ന് ഞാൻ പറയും. ഞാൻ തമ്പാനൂർക്ക് ബസ് കയറിയിട്ട് സ്റ്റാച്യുവിൽ ഇറങ്ങുന്ന പോലെയേ ഉള്ളൂ, തമ്പാനൂർ എത്തൂല. ഞാൻ എത്തേണ്ടത് തമ്പാനൂരാണെങ്കിൽ സ്റ്റാച്യു ഇറങ്ങുമ്പം അവിടെ നിങ്ങൾ എന്ത് ആനുകൂല്യങ്ങൾ കണ്ടാലും സ്റ്റാച്യുവിൽ ഇറങ്ങാതെ തമ്പാനൂർ വരെ ആ ബസ്സിൽ യാത്ര ചെയ്യണം. അപ്പം നിങ്ങൾ പറയും നമുക്ക് അതിന് ഒന്നും ഗ്യാരൻറ്റീഡ് അല്ല. പിന്നെ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്, നമ്മൾ ഫെയിൽ ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട്, അല്ലേ? ഇതൊക്കെ ഉള്ളപ്പോഴും അറ്റ്ലീസ്റ്റ് വൺ തിങ് യു ക്യാൻ, ഈ ജോബ് ആസ്പിരൻസിനോടാണ് ഞാൻ പറയുന്നത്, യങ്സ്റ്റേഴ്സിനോടാണ് എനിക്ക് വലിയ പ്രതീക്ഷയാണ് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത്. ബിക്കോസ് ഇന്ത്യയുടെ ഭാവി തന്നെ യൂത്തിലാണ്. ഏറ്റവും കൂടുതൽ യൂത്ത് പോപ്പുലേഷനുള്ള കൺട്രിയാണ് ഇന്ത്യ, ദ ഹയസ്റ്റ് യൂത്ത് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. നമ്മൾ ലെസ്സർ ഗോൾസിലേക്ക് കോംപ്രമൈസ് ചെയ്യരുത്. ഇടയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഒരു ജോലിക്ക് വീട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ട് വരും, ചിലപ്പോൾ സ്വന്തം തന്നെ പഴ്സ്യൂ ചെയ്യണമെങ്കിൽ ഒരു ജോലിയോ ഒരു ഇൻകോ ആവശ്യമായിട്ട് വരും. ബട്ട് ഡോണ്ട് സ്റ്റോപ്പ് ദെയർ. യു ക്യാൻ പോസ് അവിടെ നിന്നിട്ട് ഡ്രീമിന് നമ്മൾ ഒരിക്കലും ഒരു കോംപ്രമൈസ് ചെയ്യാതെ ഹാർഡ് വർക്ക് ചെയ്യണം തന്നെയാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഒരിക്കലും ഒരു സെറ്റ് ബാക്ക് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ, ഞാൻ സ്പോർട്സിൻ്റെ ആളായതുകൊണ്ടുകൂടിയാണ് പറയുന്നത്, ഫെയിലിയർ ഒരിക്കലും, സക്സസ് നമ്മളെ പാഠം പഠിപ്പിക്കണില്ല, ബട്ട് ഫെയിലിയർ ഗീവ്സ് യു ഒക്കേഷൻ ടു ലേൺ തിങ്സ്, ടു അണ്ടർസ്റ്റാൻഡ് വൈ യു ഫെയിൽഡ്, ആൻഡ് യു ക്യാൻ ഡിസൈൻ ഓർ യു ക്യാൻ മോഡിഫൈ യുവർ കോണ്ടക്ട് ആൻഡ് പ്രിപ്പറേഷൻസ്. അതിനെ ഓവർലുക്ക് ചെയ്ത് ആ ഹേർഡിലൊക്കെ ക്രോസ് ചെയ്ത് യു ക്യാൻ പ്രിപ്പയർ യുവർ സെൽഫ്. അൾട്ടിമേറ്റ്ലി വലിയ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്ന പോലെ ഒന്നുമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സും ഡിറ്റർമിനേഷനും നമ്മുടെ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് പ്രധാനം. ആൻഡ് ഇഫ് ദർ ഇസ് അതിനൊരു വില്ലും ഡെഡിക്കേഷനും ആണെങ്കിൽ ഐ വിൽ സേ ദാറ്റ് നെവർ എവർ കോംപ്രമൈസ് യുവർ ഡ്രീം. ആ ഡ്രീമിനെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. യു പെർസ്യൂ ഇറ്റ്. നിങ്ങളവിടെ എത്തും. 99% ആളുകളും അവിടെ എത്തിയിട്ടുണ്ട്. അല്ലാതെ ആരെങ്കിലും ഞാൻ എത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ കയ്യിലൊരു പറയാൻ പറഞ്ഞാൽ ആ ഡ്രീമിനെ അവർ അത്രയേ പെർസ്യൂ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ ഞാനീ ആദ്യം പറഞ്ഞില്ലേ, ദേ കോംപ്രമൈസ് ഫോർ ലെസ്സർ ഗോൾസ്. ആ ഒരു സാഹചര്യം പലർക്കും വരും. ഇപ്പോൾ ഞാൻ IAS പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു സെക്രട്ടറിയൽ അസിസ്റ്റൻ്റായിട്ട് കിട്ടിയാൽ അങ്ങനെയുള്ള ജോലിക്കാരെ ഞാൻ കുറ്റം പറയുകയല്ല. ഡോണ്ട് സ്റ്റോപ്പ് ദെയർ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പെൺകുട്ടി 14 വയസ്സിൽ കല്യാണം കഴിക്കുന്നു. 14 വയസ്സിൽ കല്യാണം കഴിക്കുന്നു, 2 കുട്ടികളുണ്ടായി കേട്ടോ. കല്യാണം കഴിച്ചത് ഒരു പോലീസുകാരനാണ്. 14 വയസ്സ്, പോലീസുകാരൻ കല്യാണം കഴിക്കുന്നു, 2 കുട്ടികൾ, ഒരു പെൺകുട്ടി. ആ കുട്ടി പഠിച്ച് പ്രൈവറ്റായിട്ട് ഗ്രാജുവേഷൻ എടുത്ത് ആ കുട്ടി ഓൾ ഇന്ത്യ സർവീസ് എഴുതി IPS പാസ്സായി ഇന്ന് മുംബൈ എന്ന മഹാനഗരത്തിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറാണ്. അറിയാമോ നിങ്ങൾക്ക്? യു ജസ്റ്റ് ഗൂഗിൾ ആൻഡ് ഫൈൻഡ് ഔട്ട്. പേരെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, തമിഴ്നാട്ടിൽ നടന്ന സംഭവമാണ്. ആ കുട്ടിയുടെ പാഷൻ എന്താണെന്ന് വെച്ചാൽ പോലീസുകാരൻ കല്യാണം കഴിച്ചില്ലേ, അന്ന് മുതൽ ഈ പോലീസിനെ കാണുക ഈ കുട്ടി കേട്ടോ. ഇദ്ദേഹം SPയെ മറ്റേ സല്യൂട്ട് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഈ കുട്ടി വളരുന്നത്.
ഒരു 14 വയസ്സുള്ള കുട്ടിയുടെ ആ മനസ്സിൻ്റെ ഡിറ്റർമിനേഷനോ ഹാർഡ് വർക്കും ഒന്ന് ആലോചിച്ച് നോക്കും. ആഫ്റ്റർ ലുക്കിംഗ് ആഫ്റ്റർ 2 children, ഓഫ് കോഴ്സ് ഹസ്ബൻഡ് ആൻഡ് ഫാമിലി സപ്പോർട്ടഡ് ഹിം. എന്ത് സപ്പോർട്ട് ചെയ്താലും ജസ്റ്റ് ഇമാജിൻ ദ ഹാർഡ് വർക്ക്. ഒരു തരത്തിലും ആ കുട്ടി ഒരു കോംപ്രമൈസിന് പോയിട്ടില്ല. എനിക്ക് പെട്ടെന്ന് ആ പേര് ഓർമ്മ വരുന്നില്ല. മുംബൈ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു പോലീസിൽ, ലേഡി. സ്റ്റിൽ ഇൻ മഹാരാഷ്ട്ര സർവീസ്. അപ്പോൾ ഞാനൊരു എല്ലാവർക്കും അതുപോലെ ആകാനും പറ്റില്ല. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ വീട്ടിലെ സാഹചര്യം അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതും ഒരുപക്ഷെ നമ്മളിങ്ങനെ പറയുമെങ്കിലും ഫാമിലി അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡ് ആൻഡ് ഹിസ് ഫാമിലി അതുപോലെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് അത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. ഇങ്ങനെ 100 എക്സാമ്പിളുണ്ട്. നമ്മൾ ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാം. നമ്മുടെ തന്നെ ചുറ്റും നോക്കിക്കോളൂ. എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും ഞങ്ങളുടെയൊക്കെ ഞാനൊക്കെ ഒരു നാട്ടും പുറത്തുനിന്ന് വന്നാൽ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ ജനറേഷനിലെ ആളുകൾ ഞങ്ങളുടെ മുമ്പുള്ള ജനറേഷനേക്കാൾ ബെറ്റർ പ്ലേസിലാണ് ഞങ്ങളുടെ തലമുറ, കേട്ടോ. ഞങ്ങളുടെ അടുത്ത തലമുറയുണ്ടല്ലോ, സ്റ്റിൽ ബെറ്റർ. അപ്പോൾ യു ജസ്റ്റ് ഇമാജിൻ വാട്ട് ഈസ് ദി ഇങ്ങനെ 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 ഒരു ഗ്രാഫ് ഇങ്ങനെ മേളിലോട്ടാണ്. എൻ്റെ അമ്മയുടെ ആ തലമുറയുണ്ടല്ലോ, അമ്മയുടെ അച്ഛൻ്റെയൊക്കെ തലമുറയിൽ ഒരു സർക്കാർ ഉദ്യോഗം തന്നെയായിരുന്നു ഏറ്റവും വലിയ കാര്യം, കേട്ടോ. ഞങ്ങളുടെ തലമുറയായപ്പോഴത്തേക്കും ഞങ്ങളുടെ ലെവലിലൊക്കെ ഉള്ള ആളുകൾ വന്നു, സയൻറ്റിസ്റ്റ് വന്നു, ലോകത്ത് പല സ്ഥലത്തും സയൻറ്റിസ്റ്റ് വന്നു, റിട്ടയേർഡ് ഉയർന്ന ആർമി നേവി ഉദ്യോഗസ്ഥന്മാർ വന്നു. ഞങ്ങളുടെ കുട്ടികളൊക്കെ ആയപ്പോഴത്തേക്കും അവരിപ്പം സ്റ്റിൽ ബാങ്കിൽ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്നു, ഈ ഐ ടി മേഖലയിൽ വലിയ ഉദ്യോഗങ്ങൾ വഹിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു നഴ്സിംഗ് ദെയർ ഡ്രീംസ് ആൻഡ് പെർസ്യൂയിങ് ദെയർ പാഷൻ, സക്സസ് ഈസ് ഗ്യാരണ്ടീഡ്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മുടെ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പോ പ്രിലിംസ് എക്സാം ബാക്കിയെല്ലാം കഴിഞ്ഞായിരുന്നു, ഇനി അങ്ങോട്ട് മെയിൻസിന്റെ സമയമാണ്. സോ നമുക്കൊരു സ്വപ്നമുണ്ട്, അതിനുവേണ്ടി എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ആ എഫേർട്ട് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് റിസൾട്ട് നമുക്ക് തന്നിരിക്കും. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. നന്നായിട്ട് അടുത്ത എക്സാംസിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുക. ഒരിക്കലും ഒരു സാധനം ഒരു സ്റ്റോപ്പ് അല്ല. നമുക്ക് ചിലപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീഴും, പക്ഷെ നമ്മൾ വീണ്ടും എണീക്കും, വീണ്ടും ഓടും, നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എത്തും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും സമയം നമ്മളോട് സമയം ചെലവഴിച്ച ഗോപിനാഥ് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ സാറിന്റെ കഥ പോലെ എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു. അപ്പൊ മക്കളെ ഒരുപാട് നന്ദി. നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെ എന്ത് ചെയ്യുക, നിങ്ങൾ ചേസ് ചെയ്യുക. നമുക്ക് അടുത്തൊരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം കാണാം. താങ്ക് യു ഓൾ.